കുറച്ച് പേര് വന്ന് എന്താണ് ഈ 5 ദിവസം നിങ്ങൾക്ക് കിട്ടിയത്, എന്തെല്ലാം കിട്ടി എന്ന് അല്പം കൂടി ഇന്നലെല്ലാം പറഞ്ഞെങ്കിലും സിസ്റ്റർമാർ പോകാൻ ധൃതിയില്ലെങ്കിൽ സിസ്റ്റർമാരുടെ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായത്, ഇല്ലേ? ആയില്ലേ? അതുകൊണ്ട് സിസ്റ്റർമാർ കേൾക്കണില്ല. സിസ്റ്റർമാർ കേൾക്കണ്ടോ? സിസ്റ്റേഴ്സ് ഇനി വായോ, ഇങ്ങോട്ട് അടുത്ത് വാ. പിന്നെ നിങ്ങളെല്ലാവരും കുറച്ച് പേര് വന്ന് കുറച്ച് സമയം നമുക്ക് ഈ മഹാസംഭവം എന്നങ്ങനെ പറയണം, ആണോ? അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കുറച്ച് പേര് വന്ന് സാക്ഷ്യപ്പെടുത്തണം. നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സംതൃപ്തിപ്പെടുത്തണം. 10 പേരെ സൗഖ്യപ്പെടുത്തിയിട്ട് ഒരാളെ വന്നുള്ളൂ നന്ദി പറയാൻ, അതും ഒരു വിജാതിയൻ. എപ്പോഴും ഓർക്കണം. വരുവേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. അത് അടുപ്പിച്ച് വെച്ച് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ ഇവിടുത്തെ അറിയുന്നത് പ്രധാനപ്പെട്ട ഞാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം എൻ്റെ വൈഫിന് സംശയമാണ്. അപ്പോൾ അവിടുത്തെ സോൺ മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ അതേച്ച് ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് പറയുന്നത് ഇവിടെ 5 ദിവസത്തെ അവർ കൂടിയിട്ട് വന്നിരിക്കണായിരുന്നു. 5 ദിവസത്തെ വരദാനങ്ങൾ കുറച്ച് ക്ലാസ് കൂടിയിട്ട് അവർക്ക് എല്ലാവർക്കും പല വരദാനങ്ങൾ കിട്ടി. അപ്പോൾ അവർ പ്രവചിച്ച് അവർ പറയുന്നതൊക്കെ കറക്റ്റായിരുന്നു. അവരുടെ ടീം കൂടി 8 പേരുടെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് 2 പേര് ഒരേപോലെ പറഞ്ഞു തന്നിട്ട് നടക്കുന്ന വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ അവരും കൺഫേം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇവിടെ ഹൗസിൽ വെച്ച് മുമ്പ് ഒരു 5 ദിവസം കൂടിയപ്പോൾ വന്നോന്ന് വിചാരിച്ചെന്നാണ്. പക്ഷേ ലീവ് കിട്ടാത്തതിന് വേണ്ടി വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബ് നോക്കിയപ്പോൾ അന്നത്തെ വീഡിയോ എടുപ്പുണ്ടായിരുന്നു. യൂട്യൂബ് നോക്കിയിട്ട് വീഡിയോ 5 ദിവസം ഫുള്ള് കണ്ട് തീർക്കാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാരണം ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും മനസ്സിന് ഭയങ്കര ഇതായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ അത്രയും വാല്യൂ ഉള്ളതായിരുന്നു. അപ്പോൾ എനിക്കും ഇവിടെ പറഞ്ഞ അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പഴയ വീഡിയോ ഉൾപ്പെടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചിലതൊക്കെ മൊബൈലിൽ എടുത്തേക്കുന്നതിൻ്റെ പേരിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ് സൗണ്ടിന്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ വലിയ വിലയുള്ള സാധനങ്ങളായതിൽ എല്ലാം കുത്തിയിരുന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതിന് വന്നതെന്ന് തന്നെ ഭയങ്കര ആഗ്രഹം വന്നു. പിന്നെ 1 ഡേ കൂടിയായിരുന്നു. 1 ഡേ കൂടിയപ്പോൾ തന്നെ ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ പ്രഘോഷണമായിട്ട് ഉണ്ടെന്ന് അന്ന് തന്നെ കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ അന്ന് മുതൽ പ്രഘോഷണത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 8 പോയതൊന്നാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ അന്ന് പ്രഘോഷിക്കാനൊക്കെ തുടങ്ങി. അപ്പം അന്നേരം ദൈവത്തിനൊരു ഭയങ്കര ഇവിടുന്ന് കിട്ടിയ ഒരു തുറവിയുടെ ഭാഗം വരുന്നത് ദൈവത്തിന് നന്ദി. അപ്പം ഇന്നും കൃപകൾ ഇഷ്ടംപോലെ കിട്ടി. ഗ്രൂപ്പിലും പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. ഞാനും പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രവചിക്കാനൊക്കെ ഓരോ വിഷയം കാണിച്ചു തന്ന്. അതേപോലെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ഭാവിയായി ഞാൻ ഇങ്ങനെ പറയുമെന്ന എൻ്റെ വിചാരം ഇത് ബാക്കിയുള്ള കൗൺസിലിംഗ് ഇരിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം കുറച്ച് പേരോട്ട് ദൈവം എല്ലാവർക്കും കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഏത് ഭാവിയായിരിക്കാണെങ്കിൽ എനിക്ക് കിട്ടിയ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടാതിരിക്കുമല്ലോ. അപ്പൊ അത്രയും ദൈവം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടിയില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. എന്റെ ഈ പറഞ്ഞ തന്നെ നമ്മൾ വിലക്കുന്നത് കൊണ്ട് നമ്മൾ കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ അപ്പൊ അങ്ങനെ ഈ ഞാനും പറയുന്ന കാര്യങ്ങൾ ഒരു കാണിച്ച കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോഴും കൺഫേം ആയിരുന്നു. അപ്പൊ ദൈവം നമ്മളിലൂടെയും പ്രവർത്തിക്കും. ഏത് ബലഹീനനായ ഭാവിയിലൂടെയും ദൈവം പ്രവർത്തിക്കുമെന്ന് മനസ്സിലായി.
അപ്പോൾ എല്ലാവർക്കും പ്രത്യേക താങ്ക് യു. ഇതിന് അവസരം ഒരുക്കിയ മോശം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. കൈയടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് കാൻഡിഡ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രദറിൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരാൻ എനിക്ക് എപ്പോഴും അസുഖമായിരുന്നു, ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഏത് നാട്ടിൽ നിന്നാ വരണേ? പച്ചാളം. പച്ചാളം ചാത്തിയാത്തി ഇടവകാംഗമാണ്. വല്ലാർപാട കൺവെൻഷന് വന്നപ്പോൾ ബ്രദർ വർഗീസ് പോൾ പറഞ്ഞ് എന്താണെങ്കിലും ഈ ധ്യാനം കൂടുമ്പോൾ കാലുവേദനയും നടുവേദനയും എല്ലാം പോകും, വന്നോ ഉറപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ പവി ബ്രദറും പറഞ്ഞ് പണ്ട് ഒരുപാട് സമയം ഇവിടെ വന്നുകൊണ്ടിരുന്ന് വെച്ചതായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പം സെൽഫ് പ്രെയർ കൂടിയപ്പം നടുവേദന എനിക്കൊട്ടും നടുവ് അനക്കാൻ പാടില്ല. ഞാൻ എസ്കുലേറ്ററിൽ നിന്ന് വീണതോടുകൂടി നടുവ് ഷെയ്ക്കായതാണ്. സെൽഫ് പ്രെയർ കൂടിയപ്പം മേരിദാസ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. സെക്കൻഡ് കൊണ്ട് എൻ്റെ നടുവേദന പോയി. ഇപ്പം എനിക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതാണ് കൗൺസിലിങ്. അപ്പം അതിന് ഈ മരങ്ങളൊക്കെ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടായി. ഒന്നും കൂടി അതിന് ക്ലാരിറ്റി വന്നു. താങ്ക് യു. അടുത്ത ആൾ വരാം. ഞാൻ പറിച്ചോളാം, നീ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇച്ചിരി ബൈക്ക് താഴോട്ടു, ഒരു വലിക്ക് താഴോട്ടു, കാലി കയ്യിലെടുത്ത് പറഞ്ഞോ. യെസ്, അതിക്ക് അടുപ്പിച്ച് വെച്ച് പറഞ്ഞു. ഞാൻ തോമസോദരൻ്റെ കഴിഞ്ഞ ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ അന്ന് കൂടുമ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ നേരത്തെ കേട്ടിരുന്നു ഇങ്ങനെ പഠിച്ചപ്രകാരൻ്റെ കാര്യവും. അപ്പം ഇന്ന് വചനം എടുത്ത് വായിക്കണം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം വചനം എടുത്ത് വായിക്കുമായിരുന്നു. ആ വചനം ആണ് എന്നെ അന്നത്തെ ദിവസം മൊത്തം എന്നെ വഴി നടത്തിയിരുന്നത്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ രാവിലെ ഒരു വചനം, ഞാൻ എനിക്ക് പേരൻസ് വന്നിട്ടിങ്ങനെ എനിക്ക് പ്രായമായിട്ട് അമ്മച്ചു വെക്കിയില്ല. അമ്മച്ചു വന്നിട്ട് ഡോർ ഇങ്ങനെ അമർത്തി ഇങ്ങനെ തോർക്കും, പൊട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ തോർക്കും. അപ്പം ഞാൻ പലതവണ അമ്മച്ചോട് ഇങ്ങനെ ആദ്യമൊക്കെ എന്തും അമ്മ ചെയ്യണം പലതാണ് പറഞ്ഞതായിരുന്നു തോന്നിട്ട് ചെയ്യരുത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞ പോലെ അഭിഷേകം പോകും. അപ്പൊ ഈശോ എനിക്ക് വചനം എടുത്ത് തരാൻ തുടങ്ങി. രാവിലെ ഒരു വചനം എനിക്ക് കിട്ടുന്നതായിരിക്കും, നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. അപ്പൊ എനിക്ക് മനസ്സിലാവും അന്ന് രാവിലെ അമ്മച്ചോട് എന്തോ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അമ്മച്ചോട് തുറക്കുമ്പോൾ എനിക്ക് ഈ വചനം കിട്ടിയതുകൊണ്ട് ഞാനവിടെ അമ്മച്ചോട് തുറന്നിട്ട് ദേഷ്യമുള്ളിൽ വരുന്നാലും അത് പുറത്ത് കാണിക്കാൻ ഈശോയെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് എന്താ അമ്മച്ചി തുറന്നതെന്ന് പറഞ്ഞാൽ മൈൽഡായിട്ട് ചോദിക്കാൻ അങ്ങനെ ഈശോനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരാൻ ഇവിടെ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ മുന്നത്തേക്കാളും കൂടുതൽ ഉച്ചരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഭയങ്കര തീക്ഷ്ണതയുള്ള ആൾക്കാരെ കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രദർ പറഞ്ഞ പോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയി. ദൈവമേ, എൻ്റെ മടി, എൻ്റെ ഉറക്കം, വെളുപ്പിനെ എഴുന്നേക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ ഓർത്ത് ഞാൻ എത്രത്തോളം വരണം. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നു പോയായിരിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, മൂക്കില രാജ്യത്തെ മുറുമുഖൻ രാജാവായിട്ട് നടക്കുകയാണ്. എനിക്ക് ഇവരെയൊക്കെ കണ്ടിട്ട് ആകെ എനിക്ക് എത്രത്തോളം വളരണം എന്നുള്ളൊരു ബോധ്യമാണ് വന്നത്. അങ്ങനെ ഈശോയ്ക്ക് എനിക്ക് എൻ്റെ ഈശോയുടെ ഒരു ഗ്യാപ്പായി. എനിക്ക് ഈശോ ഒരു സ്നേഹം, ഈശോയ്ക്ക് അസൂയൊന്നുമില്ല കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വളരണം എന്നൊരു ആഗ്രഹമാണ് തോന്നിയത്. പക്ഷെ എനിക്ക് അവർ നിന്നെ സ്നേഹിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടൊരു പണ്ടത്തെ ഒരു ഫ്രീഡം ഈശോയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെ 2 ദിവസം പോയി. ഇന്നലെ വ്യാഴാഴ്ച എനിക്ക് രാവിലെ ഒരു വചനം കിട്ടി. ഈ മൈക്കങ്ങെടുത്ത് മാറ്റി വയ്ക്കുക, ഇത് മാറ്റി വയ്ക്കാൻ, അതങ്ങ് മാറ്റി വയ്ക്കാൻ. ഞാൻ അവനോട് പറഞ്ഞു, ഓക്കെ ഈ കാര്യം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ എനിക്ക് വചനം കിട്ടി, ദാവീദും ഗോലിയാത്തും. സാധാരണ ഒരു വചനം കിട്ടുമ്പോൾ ഈശോയുടെ ചോദ്യം, ഈശോ എന്താ നീ ഇത് അർത്ഥമാക്കുന്നത്? അപ്പൊ എന്റെ ഹൃദയത്തിലൊരു ബോധ്യം വരും. അപ്പൊ ഈശോ എനിക്ക് ആ ബോധ്യം കൺഫേം ചെയ്ത് തരാറുണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള തിരക്കൊക്കെ കാരണം ഞാനത് കൺഫേം ചെയ്തില്ല. ദാവീദും ഗോലിയാത്തും കിട്ടി, എനിക്ക് സമയമില്ല അതെന്തോ ചോദിക്കാൻ. എന്തായാലും എന്തോ
പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കല്ലപ്പ ബ്രദർ കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബ്രദർ പറഞ്ഞത് ദാവീദിന്റെ കയ്യിലെ കല്ലാണ് ഗോലിയാത്തിനെ എറിഞ്ഞത്. അതെനിക്കൊന്ന് ഭയങ്കരമായിട്ട്, കാരണം ഞാനിങ്ങനെ ഡൗൺ ആയിട്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഈശോ എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് വലിയൊരു കൺഫർമേഷൻ എനിക്കത് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ഗ്രൂപ്പിന്റെ കൂടെ ഈശോ എന്നെ ഒരുക്കിയതിനും എന്നെ വിളിച്ചതിനും നമുക്ക് തോമസ് പോലൊരു തന്നെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയാണ് ഒരുപാട് നമ്മുടെ വിളി എന്താണെന്നുള്ളൊരു വ്യക്തത, എൻ്റെ വിളി ഇത് തന്നെയാണ്, അത് പലരുടെ കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യക്തത ഉറപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് വഴി, എന്തുവരെയാണ് തെറ്റു കിട്ടുന്നത്, ദുഷ്ടനെ എതിർക്കരുത്, അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം തന്ന ഈശോയ്ക്കും അതിൻ്റെ വശത്തേക്കുമാകാനും എല്ലാ പൂർണ്ണമായി നന്ദി പറയുന്നത് എല്ലാ വിഷയവും. ഇത് ഒരു വചനപ്രഘോഷന്മാര് തോന്നുന്നില്ലേ? വചനപ്രഘോഷത്തിന്റെ വരമാണത്, മനസ്സിലായോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സൂചിച്ചേ. യെസ്, പ്രൈസ് ദ ലോർഡ്. ഓക്കെ, യെസ്, ഇതാ അടുത്ത വചനപ്രഘോഷൻ. പ്രവചിക്കണം, നീ പ്രവചനം ഉണ്ടെങ്കിൽ പ്രവചിച്ചോളൂ. പിന്നെ എല്ലാ കൃപാവരങ്ങളും മാത്രമല്ല, നമ്മുടെ ഉള്ളില് പിന്നെ കൃപാവരങ്ങളെല്ലാം ദാതാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആദ്യം കേട്ടില്ല. പിന്നെ പ്രവചനപരം ഭാഷാർത്ഥത്തിൽ പ്രവചിക്കുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ അതിന് വ്യാഖ്യാനം കിട്ടുന്നില്ലേ. അപ്പം ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അത് വരുത്താൻ വേണ്ടി കുറേ നോക്കും, പക്ഷെ സംഭവം നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ ശക്തി എന്ന് പറയുന്ന ഈ അണ്ടകടാഹം മൊത്തത്തിൽ നിറയും. അത്രയ്ക്ക് പവറാണ് ഈശോയുടെ ശക്തി. ആ ഒറ്റ വാക്കിന്റെ ശക്തി. ഈശോയെ നീ ഒറ്റ വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വ്യാഖ്യാനം പോകും. അതുകൊണ്ട് പിന്നെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യന്റെ ചൂടേറ്റിട്ട് കല്ല് ആദ്യം ചൂടാവും. ബ്രദർ അങ്ങനെയല്ല. പിന്നെ കല്ല് ചൂടായി കഴിയുമ്പോൾ പിന്നെ മണ്ണ് ചൂടാവും. നമ്മൾ ഈശോയുടെ മുന്നിൽ പോയി ചുമ്മാ ഇരുന്നാല് ഈശോ നമ്മളിങ്ങനെ ചൂടാക്കിപ്പോ നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതാണ് വേറൊരു ബോധ്യം. പിന്നെ ഉള്ളൊരു ബോധ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ പാടി അതിങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ അത് വല്ലാത്ത ലഹരിയായിരിക്കും. സങ്കീർത്തനങ്ങൾ വല്ലാത്തൊരു ലഹരിയായിരിക്കും. അത് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഒരു സങ്കീർത്തനത്തിന് ഒരു നിങ്ങൾ പൊങ്ങി വരും. നമ്മുടെ ഉള്ളിൽ ഒരു അമ്പിങ്ങനെ ഏത് മാതിരി പൊങ്ങി വരും. അപ്പൊ നമുക്ക് വല്ലാത്ത സന്തോഷം ആനന്ദമുണ്ടാകും. അതാണ് വേറൊരു കാര്യം. പിന്നെ പിന്നെ ക്യാറ്റിന ഓറിയ എന്നുള്ള ഇത്, അത് പിന്നെ സുവിശേഷത്തിലെ എല്ലാ പിന്നെ വ്യാഖ്യാനങ്ങളിലൂടെ വിശുദ്ധ തോമസ് അക്വീനാസ് ക്രോഡീകരിച്ചിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം അത് നിങ്ങളെല്ലാവരും സാധിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കണം. അതുപോലെ തന്നെ CCCയുടെ പ്രബോധനങ്ങൾ അതൊക്കെ സ്വീകരിച്ചിട്ട് കൂടുതൽ നിങ്ങൾ വളരണം, കൂടുതൽ ആഴത്തിൽ വളരണം. സഭയുടെ ആധികാരികമായിട്ടുള്ള പ്രബോധനങ്ങളിൽ ആഴപ്പെട്ടിട്ട് വളരണം. അതിലൂടെ നമുക്ക് വളരാൻ പറ്റും. അതുപോലെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള പിന്നെ വ്യാഖ്യാനമാണ് തോമസ് അക്വീനാസിന്റെ വ്യാഖ്യാന ഓറിയ. അതിൽ ആഴപ്പെട്ടാൽ അതിൽ മൊത്തം ദൈവിക രഹസ്യങ്ങളാണുള്ളത്. ദൈവിക രഹസ്യങ്ങൾ അത്രയും അത്തിച്ച കോടിയിലുള്ള ദൈവിക രഹസ്യങ്ങളാണുള്ളത്. അപ്പൊ അതിൽ ആഴപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? പ്രവചനത്തിൽ നമുക്ക് പിന്നെ പുതിയ നിയമം കേന്ദ്രീകൃതമായിട്ടുള്ള ക്രിസ്റ്റോ സെൻട്രൽ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആ രീതിയിലുള്ള പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതാണ് പുതിയ പ്രവാചകന്മാർ. ഹല്ലേലൂയ. എൻ്റെ പേര് കർമ്മിലി, വീട് ചൊവ്വര. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ള് രോഗിയാണ്. പക്ഷെ ഞാനിവിടെ എനിക്ക് നടുവേദന തേമാനാണ്, ബെൽറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ മുട്ടുകാലിന് തേമാനാണ്, അതും ബെൽറ്റ് ഇട്ടിരുന്നു. പക്ഷെ ഞാൻ ധ്യാനത്തിനായിട്ട് അറിഞ്ഞത് ഞായറാഴ്ചയാണ്, ഡേയ്സ് വഴി ഞാൻ അറിഞ്ഞത്. അപ്പം ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ ഒരു ധ്യാനം ഡേയ്സ് നമുക്ക് പോകാം. പക്ഷെ ആ ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നി എൻ്റെ തമ്പുരാൻ വിളിക്കണമെന്ന് തോന്നി.
ശരിക്കും പറഞ്ഞാൽ രോഗിയാണ്. ഞാൻ ബെൽറ്റൊക്കെ മാറ്റിയെങ്കിലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ബെൽറ്റൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഇവിടെ പോന്നു. ഇവിടെ ഫസ്റ്റ് ദിവസം ഇവിടെ കയറി ഇറങ്ങിയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു കാലുവേദന ഉണ്ടായി. എനിക്ക് ഭയങ്കര ഒരു പേടി പോലെ തോന്നി. ഞാൻ എന്താ കാണിച്ചത്, ഇങ്ങനെ ഇട്ടിരുന്നത് ഞാൻ ഇടാണ്ട് വന്നു എന്നുള്ളത്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ആരാധന ചപ്പലിൽ പോയിരുന്നപ്പോൾ ഇരുന്നില്ല, എനിക്ക് തിരിച്ചായില്ല. നമുക്കറിയാം സംക്രാന്തിനെ പരീക്ഷിച്ചതായിരിക്കാം. ഒരു 3/4 മണിക്കൂർ ഞാൻ ആ സക്രാരിയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല സമയം പോകുന്നത് തന്നെ. പിന്നെ ഞാൻ കാല് കൂട്ടിയിരുന്നു. എനിക്കിങ്ങനെ കാല് കൂട്ടി ഇങ്ങനെ ഒതുക്കിയിരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലേ ഇരുന്നിട്ടില്ല അങ്ങനെ. ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു. അങ്ങനെ കൊണ്ടുനടക്കായിരുന്നു ആ രോഗം. ശരിക്കും പറഞ്ഞാൽ ഒരു 10-25 മിനിറ്റും കൂടി ഞാൻ അങ്ങനെ ഒതുക്കിയിരുന്നു. അതെൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. യേശുവേ സ്തോത്രം. പിന്നെ ദുഷ്ടനെ എതിർക്കരുതെന്ന് ബ്രദർ പറഞ്ഞു. എൻ്റെ നാഭി പറഞ്ഞോണം, എന്തെങ്കിലും എനിക്കിഷ്ടപ്പെടാത്തൊരു ആരെന്ത് പറഞ്ഞാലും ഞാൻ എതിർത്ത് അപ്പം തന്നെ പറയും. പക്ഷെ എനിക്കൊരു ബോധ്യം എനിക്കത് കിട്ടി. പിന്നെ പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ ഈശോയുടെ മുമ്പിൽ ഈശോയായിട്ട് ശരിക്കും ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. മറ്റേത് അങ്ങനെ നമ്മൾ എഴുന്നേൽക്കാം. ശരിക്കും 3-3:30-4 മണിക്കൂറിൽ ഞാൻ എഴുന്നേൽക്കും. പക്ഷെ നമ്മൾ ഇന്ന് കൊന്തയാണ് ചെല്ലുന്നത്. യേശുവിനെ ഇങ്ങനെ നോക്കിയിരുന്ന് കൊന്ത ചെല്ലും. പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ബോധിക്കുന്നത് യേശുവായിട്ട് സംസാരിക്കണം, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കണം. അപ്പം അതിലൂടെ ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനും ഉള്ള ഒരു ബോധ്യം എനിക്കിവിടെ കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. വെരി ഗുഡ്. ലിൻസനച്ഛൻ വരുന്നുണ്ടോ? അച്ഛൻ വന്ന് 2 വാക്ക് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ഞാൻ എല്ലാത്തിനും ആദ്യമായിട്ട് ഈശോയ്ക്കും മാതാവിനും അതുപോലെ ആബാവിനും ട്രിനിറ്റി ഓഫ് ഗോഡ് പ്രത്യേകം നന്ദി പറയുന്നു. ഒരു വാട്സപ്പ് മെസ്സേജിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് ഫോർവേഡ് ചെയ്ത്, അത് മാത്രം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. വാട്സപ്പ് അങ്ങനെ സോഷ്യൽ മീഡിയ തീരെ നോക്കാത്തൊരു വ്യക്തിയാണ്. പറയട്ടെ, ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം ഓൾ ഗ്ലോറി ടു ഗോഡ്. ഇനി ഞാൻ ബ്രദർ തോമസ് പോളിനെ കുറിച്ച് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം, ഓസം എനർജി, അതൊക്കെയാണ് എനിക്ക് കിട്ടിയ വലിയൊരു. ഈ ഓസം എനർജി, ജസ്റ്റ് സീ ദ ഏജ്, ഹീസ് റൺ ലൈക്ക് എ മിഷൻ, എവറിത്തിങ് ഈസ് ഡൂയിങ് എലോൺ. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു കൃപ, വിസ്ഡം, നോളജ്, മെമ്മറി, അതുപോലെ ഓൾവേസ് ലെഡ് ബൈ ഹോളി സ്പിരിറ്റ്, ഇതെല്ലാം നമുക്ക് അദ്ദേഹം കിട്ടിയ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഓൾ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോഡ്. അതാണ് എനിക്ക് വലിയ സന്തോഷം തോന്നിയത്. എന്റെ ആത്മീയ രഹസ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം സകലർക്കും കൊടുക്കുകയാണ്. പേഴ്സണൽ പ്രയർ ഇസ് ദ സീക്രട്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇന്ന് എനർജി എല്ലാം കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞതാണ്. വാട്ടബില് ഉപ്പുവെള്ളം ഇട്ട് ഞാൻ ഈശോയെ സ്തുതിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് വലിയൊരു ഇൻസൈറ്റ് ആണ്, വലിയൊരു ടെക്നിക്കും അതിന്റെ ആത്മീയ രഹസ്യങ്ങളാണ്. അതുപോലെ പേഴ്സണൽ പറയേണ്ട ബ്രോഷർ കൊടുക്കുമ്പോൾ മണി, എവറിത്തിങ് ഗോഡ്. അദ്ദേഹം ചെയ്യുന്ന മിനിസ്ട്രി കേട്ടപ്പോ അമേസിംഗ് ആയിട്ട് തോന്നുകയാണ്. ആനിമേഷൻ, അതുപോലെ ഇവിടുന്ന് ഓസ്ട്രിയ സ്ട്രെയിൻ പ്ലേസ്, അത് കഴിഞ്ഞ് ഇവിടേക്ക് വരിക, അവിടെ വരിക. എനിക്ക് പേഴ്സണലായിട്ട് ഒരു അനുഭവം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത ഒരു വ്യക്തി, നഞ്ചങ്കോടിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ, അത് ട്രൂ ഫാക്റ്റ് ആണ്. എവറിത്തിങ് പറയുന്നത് ഗ്ലോറി ഓഫ് ദ ഗോഡ്. അത് അവിടെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോപ്പഡാണുള്ളത്. അവിടെ വന്ന് ഇദ്ദേഹം ഡോറിൽ നോക്കി ചെയ്ത് കമോൺ, അത് ഹോം മിഷനാണ് ചെയ്യുന്നത്. എവറിത്തിങ് എ മാൻ ഓഫ് ഓൾ, എന്താ പറയുന്നത്, അങ്ങനെയുള്ളൊരു അത്യാവശ്യത. പിന്നെ അപ്പൊ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വർക്ക്ഷോപ്പാണ്. തിയറി ഈസ് ഈസി. എത്രയോ പേര് തിയറിയിൽ പറയും അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. വർക്ക്ഷോപ്പ്, മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. അതാണ് ആ എഞ്ചിനീയറിംഗ് മൈൻഡില് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന നമ്മൾ സാധാരണക്കാരെല്ലാവരും പ്രയോജനപരം നേടിയിട്ടാണ് പോയത്. അനേകം മരങ്ങൾ തുറന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അഭിഷേകമായി തന്നെ. പിന്നെ ഇദ്ദേഹത്തിനെ നോക്കുമ്പോൾ ഞാൻ ഫലങ്ങളിൽ, വരദാന ഫലങ്ങൾ, പരിശുദ്ധങ്ങളുടെ ഫലം കാണുന്നുണ്ട്. ഡൗൺ ടു എ പേഴ്സൺ. എപ്പോ വേണമെങ്കിലും ഒരാളോട് പോലും ശോഭിക്കുന്നത് കണ്ടിട്ടില്ല. പല ധ്യാനഗുരുക്കന്മാരും കൊണ്ട് ഇപ്പൊ കാണണ്ട, എനിക്ക് പ്രിപ്പയർ ചെയ്യണം, അവസാനം നിന്റെ കൈവെപ്പിൽ കാണാം, ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നു എന്നാണ് പറയാ. പക്ഷെ ഓരോ സമയത്തും ഇത്രയധികം ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അതിലും പറയാണ് ഒരു ഡിസ്റ്റം ഉപയോഗിക്കുന്ന കാര്യം കണ്ടപ്പോഴാണ് അതിശയിച്ചത്.
കർത്താവിന് സുഖപ്പെടുത്താൻ കഴിയാത്തതല്ല, ഈ ഒരു സഹനം വെച്ചുകൊണ്ട് സുവിശേഷം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വലിയൊരു ഇൻസൈറ്റ് കിട്ടുകയാണ്. അതുപോലെ ടെക്നോളജി ഉപയോഗിക്കുന്നു. പ്രയർ മാൻ ഓൾ ദ ടൈം, പ്രയർ മാൻ എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഏത് രീതിയിലും. ഇപ്പൊ തന്നെ നോക്കി എത്ര പേരെയാണ് പ്രാർത്ഥിച്ചത്, എത്ര പേര് ഇതാണ്. പിന്നെ കിട്ടിയത് ഇതിൽ പറയണത് ദുഷ്ടനെ എതിർക്കരുത്. എനിക്ക് വലിയൊരു ഇൻസൈറ്റ് ആണ് കിട്ടിയത്. അതിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞത് ജ്യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇതുകൊണ്ടാണ് സ്ലാപ്പ് ചെയ്യുക മുഖത്ത്. അപ്പൊ അതൊന്ന് റൈറ്റിലാണ് ഇത് ചെയ്യുന്നത്, സ്ലാപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അതൊക്കെ ഒരു വളരെ എന്ത് കാര്യങ്ങൾ സ്റ്റുഡിയസ് ആണ്. ഒന്ന് CCCനെ പറ്റി പഠിക്കുന്നു, സഭയുടെ സെന്റ് അക്വിനോസിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു, അഗസ്റ്റോണസിന്റെ കാര്യങ്ങൾ പഠിക്കുന്നു, അതുപോലെ ബാക്കിയുള്ള സുവിശേഷങ്ങളെ കുറിച്ചുള്ള പ്രാധാന്യം പഠിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമം, യു ഫോർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ്. പഴയ നിയമം നിങ്ങൾ മറക്കണം. അതൊരു അത്തന്റിക് ആയിട്ടാണ് പറയുന്നത്. ബിഷപ്പുമാര് മറ്റൊരു ധ്യാനിപ്പിച്ചത് പുതിയ നിയമം ഈശോ വന്നു കഴിഞ്ഞു. അതിൽ പറയാണ് ഏലിയയുടെ അഭിഷേകമാണോ വേണ്ടത്, നിങ്ങൾക്ക് മോശയുടെ അഭിഷേകമാണോ, അത് ഈശോയുടേതാണോ എന്ന് ചോദിച്ചത്. ഈശോ ഇതാണ്. അതുപോലെ 3 തരത്തിലുള്ള ത്രിവിധ അഭിഷേകങ്ങൾ ഈശോ രാജകീയമായിട്ടാണ്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോവറിൻ. സോവറിൻ ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. സോവറിൻ കംപ്ലീറ്റ് പരമാധികാരാണ്. നോട്ട് ബിയോണ്ട് ദ ലിമിറ്റ്. ഇനി ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ ഫൈനൽ ലിമിറ്റ്. അതെനിക്ക് വലിയൊരു അഭിഷേകം. അതുപോലെ ഈശോ പ്രാർത്ഥിക്കുന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർക്ക് മാത്രമല്ല അവരെ പിന്നെ ചെയ്യുന്നു. അതുപോലെ കൃത്യമായിട്ട് കോൺക്രീറ്റ് ആയിട്ട് വളരെ പ്രൂവ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതെനിക്ക് വലിയൊരു അഭിഷേകമായിട്ട് തോന്നി. അതുപോലെ ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രാർത്ഥന, ഈശോയുടെ 3 തരത്തിലുള്ള അഭിഷേകമുണ്ട്. ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഈ റോമായുടെ ലേഖനത്തിലെ 8-ാം അധ്യായം 26-ാം വചനം പറയുന്നുണ്ട്, ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. എന്തൊരു അഭിഷേകമാണത്. നമ്മളിവിടെ സ്ട്രെയിൻ ചെയ്തും സ്ട്രഗിൾ ചെയ്തും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയ വലിയൊരു ഇൻസൈറ്റ് എന്താന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ഉണ്ടായി നിറഞ്ഞാൽ മാത്രം പോരാ. ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നയിക്കണം. അത് ഞാൻ ഡാനിയേലച്ചന്റെ കാര്യം പറഞ്ഞു. ഡാനിയേലച്ചനോട് പറഞ്ഞു, ഒരു കണക്ട് ചെയ്ത് പറയാണ്, ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എടുക്കാൻ വേണം, നിന്നോട് ഞാൻ എടുക്കാൻ പറഞ്ഞോന്ന് ചോദിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. കാരണം അതുപോലെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം. അതിൽ നിന്ന് ഒരു പെട്ടെന്നൊരു സൈറ്റ് കിട്ടിയതാണ്, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവര് ദൈവമക്കളാണ്. അതാണ് ഏറ്റവും വലിയത്. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന നമ്മൾ ദൈവമക്കളാണ്. അതുപോലെ 1 പത്രോസ് 2:9 പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോസൺ വണ്ണാണ്, സെലക്റ്റഡ് ആണ്. ഇതൊക്കെ വലിയ ആത്മീയ രഹസ്യങ്ങളാണ് പറയുന്നത്. അത് അദ്ദേഹം എന്തൊരു ഓപ്പൺനെസ് ആണ്. അതൊക്കെയാണ് എനിക്ക് വലിയൊരിതായിട്ടത്. പിന്നെ ഈശോയും പരിശുദ്ധാത്മാവും, പിന്നെ സുവിശേഷങ്ങളുടെ ഒരു കാര്യങ്ങൾ. സുവിശേഷമാണ് സ്നേഹം. കർത്താവ് പറഞ്ഞതാണ്. നമുക്ക് ലോജിക്കായിട്ട് ചോദിച്ചാൽ മതി. കർത്താവ് പറഞ്ഞതാണ്, മറ്റതൊക്കെ മറ്റുള്ളവരാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അതാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ സങ്കീർത്തനത്തിന്റെ കാര്യം പറഞ്ഞു. സങ്കീർത്തനം എനിക്ക് 57-ാം സങ്കീർത്തനത്തിന്റെ ട്യൂണ് ഒരിക്കലും കൃപ തോന്നും. നമ്മൾ അത് തന്നെ പാടിയാൽ പോരെ, നമുക്ക് കൃപ കിട്ടില്ലേ, അത് വലിയൊരു. അതുപോലെ 19-ാം സങ്കീർത്തനത്തില് നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ അറിഞ്ഞു, അത് വലിയൊരിതാണ്. അതുപോലെ 23-ാം സങ്കീർത്തനം, അതെല്ലാം എനിക്ക് വലിയ അഭിഷേകം തോന്നി അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ എളിമ കണ്ടതാണ്. വെബ്സൈറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ദൈവമാണ് മഹത്വപ്പെടേണ്ടത്. അത് വലിയൊരിതാണ്. പിന്നെ എനിക്ക് കിട്ടിയ, എന്റെ പേഴ്സണലായിട്ട് കിട്ടിയത്, ഒരിക്കലും വിധിക്കരുത്, ജഡ്ജ്മെന്റ്. ഞാനത് ഡിസേൺമെന്റ് ആയിട്ട് രീതിയിൽ തെറ്റിദ്ധരിച്ച് ജഡ്ജ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ ഐ എം സോറി വളരെ ലൈറ്റായിട്ടാണ് പറയുന്നത്. ആ സ്നേഹപരവും എളിമയുടെ പരവും വളരെയധികം ഉണ്ട്. ഇത് ഞാൻ പ്രൈസ് ചെയ്യല്ല, ഹാർട്ട് ഐ എം ടോക്കിംഗ്. ഇത് പലരും ലൈവിൽ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ദിസ് ഇസ് ദ തിങ്. ഒരിക്കലും ഇതില്ല പാടില്ല എന്നുള്ള വലിയൊരു കാര്യം എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയ ഒരു കാര്യം, അനുഷ്ഠാന പ്രാർത്ഥനകൾ നമുക്കൊരു ചിന്തയാണ്. നമ്മുടെ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹെഡ്, നമുക്ക് ഇത്രയും കൊന്തകൾ ചെല്ലണം, പിന്നെ ഇത് ചെയ്യണം. ഇതല്ല ആഗ്രഹിക്കുന്നത്. കൊന്ത ചെല്ലാം, ഒരു കൊന്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച്. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്, ആത്മാവ് എന്താണ് പറയുന്നത്? ആത്മാവ് നമ്മൾ അവാച്യമായ ഇതിൽ പറയുന്നത്, അവാച്യമായ നെടുവീർപ്പുകളിൽ ആത്മാവ് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മാവാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഊന്നി പറഞ്ഞു, പേഴ്സണൽ പ്രയർ ഇസ് ദ ബെസ്റ്റ് തിങ്. പേഴ്സണൽ പ്രയർ ഇല്ലാതെ നിങ്ങൾ ശുശ്രൂഷിക്കാൻ പോകരുത്. അതാണ് ചാർജ് ചെയ്യുന്നത്. മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ നമ്മളെ ചാർജ് ചെയ്യുന്നത്. ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ അദ്ദേഹം ഒരുങ്ങിയിട്ടുണ്ട്, വെല്ല കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. 3 മണിക്കോ 3:30ക്കോ എണീറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആ ട്രസ്റ്റ് ആണ് കാര്യം. നമ്മളെ കുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ആ ടൈമിൽ ഉണർത്തുന്നു പറഞ്ഞാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടൂര് ശുശ്രൂഷകരുടെ ധ്യാനത്തിന് വേണ്ടി വർഷങ്ങൾക്ക് ഒരു 10 വർഷമായി ഉണ്ടാവും. അതിന് പോയപ്പോഴും ഇതേ കാര്യം പറഞ്ഞു, നിങ്ങളെ 3 മണിക്ക് ഉണർത്തണം.
അതാണ് അതിൻ്റെ ആത്മാവിന്റെ ഒരു കാര്യം. അതെനിക്ക് വലിയൊരു ഇത് തന്നെ തന്നെ. പിന്നെ ജ്ഞാനം, വിസ്ഡമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചേഞ്ച് ദ പ്രയർ, കർത്താവിന്റെ ചേഞ്ച് ദ പ്രയർ എന്ന് പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങള് സ്ത്രീകളിൽ ജനിച്ചതില്, അത് നമുക്ക് എപ്പോഴും അറിയേണ്ട കാര്യം. സ്ത്രീകളിൽ ജനിച്ചത് നമ്മുടെ പൊസിഷൻ എന്താണ്? സ്നാപയോഹന്നാനാണ് ഏറ്റവും ടോപ്പ്. അതിനേക്കാൾ വലിയതാണ് നിസ്സാരനായ വ്യക്തി എന്നുള്ളതാണ്. പിന്നെ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, അത് ഒരു അവസ്ഥയാണെന്നുള്ള തിരിച്ചറിവ്. ഇതെല്ലാം വലിയ വലിയ ആത്മീയ രഹസ്യങ്ങൾ അറിയാണ്. കുറെ കാര്യങ്ങളുണ്ട്. ഇനി എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയത് പ്രവചനപരം, മറ്റുള്ള ദർശനപരം, ഭാഷാപരങ്ങൾ വ്യത്യസ്ത രീതിയിൽ, അതുപോലെ മറ്റു പല രീതിയിലും ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇതൊരു വർക്ക്ഷോപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ കണ്ടിട്ടുള്ള ഇതേപോലുള്ള ചെറിയ രീതിയിലുള്ള വർക്ക്ഷോപ്പ് കുളത്തോയിൽ 12 ദിവസത്തെ കാരിസം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. എവറിത്തിങ്, ഓൾ ഗ്ലോറി ടു ഗോഡ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് കരങ്ങൾ നിങ്ങൾ നീട്ടിക്കൊണ്ട് ബ്രദറിന് വേണ്ടി ഒന്ന് സ്തുതിക്കാം. ബ്രദറിനെ പോലെയുള്ള ആളുകൾ, ഇത് കാലഘട്ടത്തിന്റെ അഭിഷേകമാണ്. Hallelujah, hallelujah, hallelujah. Anoint him, anoint him, and more power, more power, 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 power. Glory to God, glory to God. Amen. കണ്ട, ഒരു പുതിയ വചന പ്രഘോഷകൻ രൂപപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യെസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൗണ്ട് കേൾക്കണ്ട്. അത് മൈക്ക് താഴ്ത്തി വെച്ചേക്കാം. ശരി, കുട്ടി സ്തുതിയായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും കേൾക്കാമോ അവിടെ? ഞാൻ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ സെഹിയാൻ ഊട്ടുശാല ഇവിടെ കണ്ടു. അത് ഒരു സെഹിയാൻ ഊട്ടുശാലയല്ല, പല ഊട്ടുശാലകൾ, പല ഗ്രൂപ്പുകളായിട്ടുള്ള നമ്മുടെ ഊട്ടുശാലകൾ ഭയങ്കരമായിട്ടൊരു പ്രചോദനം നൽകിയ ഒരു ഇതാണ്. പിന്നെ ഒരു സാധാരണ മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് ഇത്ര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് ഭയങ്കര പ്രചോദനമായി. ഞാൻ ജീവിക്കുന്ന ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈശോ നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം അറിയാമെങ്കിലും ഇതിലൂടെ ക്ലിയർ ആയത് ഇപ്പോഴാണ്. പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ മധ്യസ്ഥനായിട്ട് ഫുൾ ടൈം ഇങ്ങനെ നമുക്ക് വേണ്ടി, അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നല്ല ഈശോയുണ്ട്. അപ്പം ഈശോയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഉദ്ധിതനായ ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുള്ള ഒരു സത്യം മനസ്സിലായി. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥനയാണ്. കുറച്ചു നേരം അവിടെ കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ ഞാൻ കിരണക്കൊന്ത ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈശോയോടുകൂടി ആയിരിക്കുക എന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയായിരിക്കും കർത്താവ് ഈ പാവപ്പെട്ടവളെ ഇവിടെ കൊണ്ടുവന്നെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി. വ്യക്തിപരമായ പ്രാർത്ഥന. പിന്നെ ഈ ബ്രദറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, തമ്പുരാൻ നമുക്ക് തന്ന ഒരു പ്രവാചകനെ പോലെ തോന്നുന്നു. പണ്ടൊക്കെ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഒരു പ്രവാചകനായിട്ട് തമ്പുരാൻ നമുക്ക് തന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചത് 90 വയസ്സ് വരെ കർത്താവെ ഈ ബ്രദറിനെ ഇതുപോലെ പ്രവാചകവാനം കൊടുത്ത് ഉയർത്തനെ എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ എല്ലാത്തിനും ഒത്തിരി നന്ദി തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും പറയുന്നു. ഇവിടെ ഒരു സെക്കൻഡ്. എനിക്ക് ഒത്തിരി കൃപകൾ കർത്താവ് തന്നിന്റെ ധ്യാനത്തിലൂടെ ഇതെല്ലാത്തിനും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഒരുപാട് നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ പ്രയർ ഇപ്പോൾ പലപ്പോഴും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. ഈ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന പലപ്പോഴും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. അലാറം വയ്ക്കും, 4 മണിക്ക് 4:30 അലാറം വയ്ക്കും. പക്ഷേ എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണം തോന്നും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയാണ് പതിവ്. അതൊരു പറഞ്ഞു, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ചേർന്നോ എന്ന് പറഞ്ഞത് ഞാൻ കൈവക്കി. ബ്രദർ തോമസ് സ്കൂളിൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഞാൻ കൊണ്ടുവന്ന് കൈവക്കിയതിന് ശേഷം 4 മണിക്ക് ശേഷം ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലേ ഇല്ല? അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം അത് ചെയ്യാൻ സാധിക്കുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. Praise the Lord. Mike, better mic.
മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെയുള്ളവരെ ഈ ദൈവിക വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് അതിന് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ഒരു മാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ആ വരങ്ങളെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റിട്രീറ്റ് വന്നത്. രണ്ടാമത്തെ ദിവസം വെളുപ്പിന് എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു. അതെൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഞങ്ങളിങ്ങനെ ഫ്യൂണറൽ നടക്കാൻ വേണ്ടി ഓടിയെടുക്കുന്ന സമയത്ത് കൈകാലുകളാണ് അനങ്ങിയിട്ട് ആൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഒരുപാട് മരണങ്ങൾ അങ്ങനെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ആൾ എഴുന്നേറ്റ് വരുന്ന പോലെ കാണുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ബ്രദറോട് പറഞ്ഞു, ബ്രദറെ എനിക്കിങ്ങനെ ഒരു കാഴ്ച ഉണ്ടായി, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം 10 മണിയായപ്പോഴത്തേക്കും ഈ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന് അവർ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇത്തിരി ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞ് ആൾ നേരെ ICUലാക്കി. വൈകുന്നേരം ഇപ്പം പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കൗണ്ടെല്ലാം താഴെ പോവാണ്, ആള് ഡെഡായതുപോലെ. അങ്ങനെ രാത്രിക്ക് ഇവിടുന്ന് ബ്രദറോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ചോദിച്ചിട്ട്, അപ്പോൾ ബ്രദർ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, നിന്റെ റിട്രീറ്റ് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, രാത്രി അവിടെ ചെന്നു, പ്രത്യേകം പെർമിഷൻ എടുത്ത് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോന്നു. രാവിലെ ആയപ്പോഴത്തേക്കും സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഈ ആള് കണ്ണൊക്കെ തുറന്നു ചേച്ചിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴവർ വിചാരിച്ചു തിരിച്ചു വരികയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഒരു 10 മണി അടുക്കാറായപ്പോഴത്തേക്കും മരിച്ചു. അപ്പം ഇന്നലെ രാവിലെ ഇതൊക്കെ ഞാൻ അറിയുന്നതിന് മുമ്പ് എനിക്കൊരു ദർശനം കൂടി വീണ്ടും കിട്ടുകയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒരാൾ വന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടപ്പം എനിക്ക് എന്താണെന്ന് അന്നേരം ഓർമ്മ കിട്ടിയില്ല. പക്ഷെ ഞാൻ ഈ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് സെബാസ്റ്റ്യൻ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുമ്പം മോനോട് നിൽപ്പുണ്ട്, പപ്പനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അങ്കിള് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ, ഇന്നലെ തന്നെ അതിൻ്റെ അടക്കെല്ലാം കഴിഞ്ഞു. നേരത്തെ തന്നെ ഈ ഒരു വിഷൻ കിട്ടിയതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഇന്നലെ എല്ലാവരുടെയും പ്രാർത്ഥന ഇവിടെ നിന്ന് കിട്ടി. നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, ഇന്നലെ കുർബാന സമയത്തും വൈജോച്ചൻ പറഞ്ഞിരുന്നു, ബ്രദറും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ബ്രദറിന് അന്നേരം ഒരു പ്രവചനം ഉണ്ടായി, നിന്റെ ഈ റിട്രീറ്റ് നിനക്ക് കൂടാൻ പറ്റുമോ? അപ്പോൾ അത് ഇന്നലെ വൈകിട്ടാണ് പ്രിയമുള്ളവരെ മരണം നടക്കുന്നതെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. പക്ഷെ എനിക്ക് ഈ അഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ഇതിനെല്ലാം സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രവചന വരത്തെ കൺഫേം ചെയ്യുന്നത് മുമ്പ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നാളിങ്ങനെ ഈ ചാരം മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആ വരങ്ങളെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ പറ്റി. അതിന് ശക്തമായ അടയാളത്തോടുകൂടി തന്നെ കർത്താവ് അതിന് സാക്ഷ്യം വഹിച്ചു. എനിക്ക് സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ആളുകളുടെ പ്രാർത്ഥന ഞാൻ ഈ റിട്രീറ്റിൽ വന്നിട്ടല്ല സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ ഈ സഹോദരന് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നത് അത്രയും ആളുകളുടെ ഒരു പ്രാർത്ഥന ആ ആത്മാവിന് കിട്ടി, ഒരു വിടുതൽ കിട്ടിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരിമാര്, മാഗി അവിടെ ആരെ സംസാരിക്കണമെന്ന് നിശബ്ദമായിരിക്കുക. കുറച്ച് നാളായിട്ട് ഈ പ്രാർത്ഥനയിലും സാധാരണ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട്. കുർബാനയിലൊക്കെ ഒരു വിരസതയും കുറേ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയിലൊന്നും ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എല്ലാം ഒന്നും മങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ഒരു 2 വർഷത്തിന് മുമ്പ് ഇവിടെ ബ്രദറിനെ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് ചോദിച്ചു, അഞ്ചലിൽ ഒരു സ്ഥലത്ത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അതിനകത്തൊരു ഒരു ചാപ്പലുണ്ട്, അവിടെ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അഡോറേഷൻ സെൻറ്റർ, ഈക്വലിസ്റ്റിക് അഡോറേഷൻ സെൻറ്റർ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഞാൻ ഈക്വലിസ്റ്റ് അഡോറേഷൻ സെൻറ്ററിൽ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അതൊരു ഹാഫ് ആൻ അവർ 1 hour മാക്സിമം. പക്ഷെ അവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഈ നൈറ്റ് വിജിൽസ്, നൈറ്റിൽ ഒറ്റയ്ക്കിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ ഇരുന്നിട്ട്. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ് വിജിലാണ്. അതിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒരു സ്ഥലത്തും കിട്ടാറില്ല. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ഞാനും എൻ്റെ കർത്താവ് മാത്രം. എന്ത് വേണമെങ്കിലും ഞാൻ കർത്താവിനോട് സംസാരിക്കാം, കർത്താവിൻ്റെ അടുത്ത് ഏതവസ്ഥയിലും വേണമെങ്കിലും കർത്താവിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ സമയത്താണ് കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്.
നമുക്കറിഞ്ഞൂടെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാത്ത തന്നെ പ്രാർത്ഥനയുടെ പ്രയോഗങ്ങൾ പറഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ച് മടുത്ത സാധനങ്ങൾ പെട്ടെന്ന് ഈ സമയമാകുമ്പോഴത്തേക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരുന്നു, ഇത് ഇന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ദിസ് ഇസ് ഫോർ യു, ഇതാണ് നിന്റെ ഇത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, എന്നിട്ട് പോലും ഒരു ചാരം മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ ഈ റിട്രീറ്റിന് ആ ഒരു അവസ്ഥ പെട്ടെന്ന് ഒരു ജ്വലനം ഈ ഇതിൻ്റെ വചനങ്ങളോടും ഇതിനോടൊക്കെ ഒരു ജ്വലനം കിട്ടുന്നുണ്ട്. ഇത് വായിക്കാനും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതിലാണ് ഞാൻ എൻ്റെ അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനകളാണ് എൻ്റെ വിശുദ്ധ കുർബാനയിലെ അർപ്പണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ വർഷങ്ങളോളം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കർത്താവിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ, മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. വാസ്തവത്തിൽ ഈശോ തന്നെയാണ് ആ ഈസ്റ്ററിൻ്റെ സമയത്ത് ആ മെഴുകുതിരി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ സന്തോഷം. വർഷങ്ങളോളം ഞാനിത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കുർബാനയുടെ സമയത്ത്. അത് എൻ്റെ പേഴ്സണൽ പ്രെയർ ആയിരുന്നു. ഇതൊക്കെ അതിനൊക്കെ ഒരു വ്യാഖ്യാനം കിട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവ് ആ സമയത്തൊക്കെ പറയുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കും. മുമ്പ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിന് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാക്കി അവർക്ക് പരിശുദ്ധാത്മനം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അതല്ല, പ്രാർത്ഥനയിൽ ഒരു പുതിയൊരു ഡയമെൻഷൻ, പുതിയൊരു ഒരു വിഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് മോർണിംഗ് പ്രേയർ, പേഴ്സണൽ പ്രേയർ, അത് വളരെ ശക്തമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു കൃപ കർത്താവ് ഈ ധ്യാനത്തോട് തന്നു. അതിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചേർന്ന് സാധാരണ ഒരു മൊണോട്ടോൺസനായിട്ട് ഒരു സാധാരണ പേഴ്സണൽ പ്രേയർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ചെയ്യും. പക്ഷെ അതിനൊരു ലൈവ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനത് പരിശുദ്ധാത്മാവിനെ എൻഗേജ് ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മധ്യസ്ഥം വഹിക്കല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് മധ്യസ്ഥം വഹിക്കുന്നു. അത് ലൈവായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കുന്നു. കർത്താവ് എന്നെ കാര്യങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെ പേഴ്സണൽ പ്രേയറൊക്കെ വലിയൊരു മാനം, പുതിയൊരു മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചാരം മൂടി കിടക്കുന്ന അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വേറൊരു സംഗതിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി ബ്രദർ പറഞ്ഞല്ലേ, ഫിൽമി ഹോലി സ്പിരിറ്റ്. അത് ഇങ്ങനെ പോന്നു എവിടെ പോയിരുന്നാൽ പതുക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഫിൽമി ഹോലി സ്പിരിറ്റ്. Love, peace and joy, love, peace and joy, love, peace and joy, faith, hope and charity, fill me, holy spirit, wisdom, knowledge, understanding, prophecy, preaching, teaching, wisdom, knowledge, understanding, prophecy, preaching. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു അതിങ്ങനെ ഒരു ഈരടി പോലെ ഇങ്ങനെ വരുമായിരുന്നു. എനിക്കറിയാൻ പാടില്ല അത് എങ്ങനെയൊക്കെയാണ് എൻ്റെ നാവിലിങ്ങനെ വരുന്നത്. അത് ആ ചെയ്യുമ്പോഴത്തേക്ക് നാവിലിങ്ങനെ കർത്താവ് ഒരു അടയാളം ഇങ്ങനെ തരുന്നതായിരുന്നു. പിന്നെ ഡെലിവറൻസിൻ്റെയും സെൽഫ് ഡെലിവറൻസിൻ്റെയും ഈ ഡിസേൺമെൻറ്റ്, ഇതിൻ്റെ വിഷനും അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഞാൻ അറിയാവുന്നത് തന്നെ നാവിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരവസ്ഥ. അത് എൻ്റെ നാവെന്ന് കേൾക്കുമ്പോൾ, നാവെന്ന് പറയുമ്പോൾ ഞാനത് കേൾക്കുകയാണ്. വെനസ്ലി ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നു, എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നു. അത് ഈ 2 കോമ്പിനേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുമ്പോഴത്തെ കർത്താവ് എന്നെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സോ ഇന്ന് ഈ പ്രാവശ്യത്തെ ഈ ധ്യാനവും അതിനോടനുബന്ധിച്ചുള്ള ഇതിനും കർത്താവ് ഇപ്രാവശ്യത്തെ ഇതിൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ
കർത്താവ് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എസ്പെഷ്യലി ഇത് വിസ്ഡം നോളേജ്, അത് പാർട്ടിപ്പറ്റി കർത്താവ് വിസ്ഡത്തിൻ്റെ ഇത് തുറന്നു വന്നു. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ചാരം മൂടി കിടന്നതൊക്കെ കർത്താവൊക്കെ തട്ടി മാറ്റി ഒന്ന് ജ്വലിപ്പിക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. സഹോദരിമാരാരെങ്കിലും വരും? ആ, മൈക്കിങ്ങനെ അടുപ്പിച്ച് വെച്ചു ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ 2 ചേച്ചിമാരാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അതെനിക്ക് ഈശോ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന പോലെ തോന്നി. എൻ്റെ 2 ചേച്ചിമാരാണ്, എൻ്റെ 2 ചേച്ചിമാരുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതെനിക്ക് വലിയൊരു അത്ഭുതം പോലെയായിരുന്നു. ഈശോ എന്നെ കൂട്ടിക്കൊണ്ടു വന്ന പോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന സഹോദരി പറഞ്ഞു, ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ ഞാൻ റബോണി എന്നും പറഞ്ഞ് വിളിക്കുന്നു. ഈശോ വാ എന്ന് പറഞ്ഞ് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ബ്രദർ ഇപ്പോൾ പ്രവചനത്തിൽ നിന്നിൽ ഞാൻ സംപ്രീതനാണെന്ന് പറഞ്ഞു. അതും എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. വളരെ ഷോർട്ടായിട്ട് പറയാം. ഞാൻ പാട്ട് പാടാത്ത ആളാണ്, എനിക്ക് പാട്ടറിയില്ല. പക്ഷെ സങ്കീർത്തനം വല്ലപ്പോഴൊക്കെ ചെല്ലാറുണ്ട്. ഇന്ന് ഇവിടെ 19-ാം സങ്കീർത്തനം മുഴുവൻ പാടി. അത് പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന നിമിഷം തൊട്ട് ഇപ്പോൾ വരെ എന്നെ ആരോ ഗൈഡ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഇടം വലം തിരിയുമ്പോൾ ആരോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഇന്നേ വരെ ഇല്ലാത്ത പോലെ ഒരു ഇതുണ്ടായിരുന്നു. മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ, അതിനെല്ലാം ഉത്തരം അപ്പാപ്പ തന്നുകൊണ്ടിരുന്നു. ഒന്നിനും തരാത്തതില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവ് നയിച്ച പോലെ എനിക്ക് തോന്നി. എല്ലാറ്റിനും ദൈവത്തിന് സ്തുതി, ദൈവനാമം മഹത്വപ്പെടട്ടെ. വളരെ ഷോർട്ടായിട്ട് പറയുന്നു. ഇനി ഒത്തിരി ഉണ്ട്, ഞാൻ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്, പുസ്തകം നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമയത്തിൻ്റെ പരിധി മൂലം വളരെ ഷോർട്ടായിട്ട് പറയുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 98-ലെ തോമസ് ബ്രദറിൻ്റെ ധ്യാനം കോട്ടയിൽ വെച്ച് അവിടെ വെച്ച് കൂടുമ്പോൾ ബ്രദറെ ഈ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ, സ്റ്റേജിൽ ഓടി നടന്നായിരിക്കും അന്നത്തെ പ്രഘോഷം. ഇന്നത്തെ പോലെ അന്ന് ഓടി നടന്ന് ചിലപ്പോൾ മുകളിലേക്കൊക്കെ എടുത്ത് ചാടും ഒക്കെ ചെയ്യുന്ന. ഇപ്പം നമ്മൾ കൂടെ വന്ന ആൾ പറയും, ബ്രദറിന് എങ്ങനെയാണ് എനർജി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് പാല് വെള്ളം വാട്സപ്പിലൂടെ അതേപോലെ ആയിരുന്നു അന്ന അവസ്ഥ. അതിൽ നിന്നും വലിയ കുറവൊന്നുമില്ലാതെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ ബ്രദറിന്റെ പ്രഘോഷണം കിങ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു. അതിനകത്ത് വിജാതി എല്ലാ ലോകത്തെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. കൊളോസോസ് 1:27 പറയുന്ന വചനമാണ്. അതായത് ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഭയങ്കര ഒരു വചനം. അന്ന് അത് പ്രഘോഷിച്ച, ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. എല്ലാവരിലും ആരും ബ്രദർ വെറുതെ വിടുന്നല്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ അപ്പസ്തോല പ്രവൃത്തി 4:12 പറയുന്ന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് യേശുനാമം മാത്രമാണ്. അത് എല്ലാവരും രക്ഷപ്പെടുന്നത് യേശുവിലൂടെയാണ് എന്നുള്ളത്. അത് മറ്റുള്ള പലരും ആ മതത്തിലൂടെയും ഇതിലൂടെ രക്ഷപ്പെടാന്നൊക്കെ പറയുന്ന പലതും ഞാൻ കേട്ടു. പക്ഷെ യേശുവിലെ നമുക്കത് ചങ്കുറ്റത്തോടുകൂടെ ഉറപ്പായിട്ട് പറയാൻ സാധിക്കണം. അതായത് യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ തവണ ധ്യാനം കൂടിയതാണ്, ഇത്തവണയും കൂടി. കഴിഞ്ഞ തവണ
ബ്രദർ എന്നോട് ഇങ്ങനെ പ്രവചനത്തിൽ പറഞ്ഞു, യുവാക്കളെ പോലെ നീ പ്രായമായെന്ന് വിചാരിച്ച് നീ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല, യുവാക്കളെ പോലെ നീ ഓടിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലെ ഞാൻ ഇന്ന് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയുടെ ഒക്കെ സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു അംഗമാണ്. അതേപോലെ തന്നെ ഞാൻ ഓടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഓൺലൈനിൽ എന്നോട് പറഞ്ഞ അന്നൊരു രോഗശാന്തി ശുശ്രൂഷ പറഞ്ഞത് എൻ്റെ ചെവിയുടെ സൈഡിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഈശോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ മുഴ മാറിയൊന്നുമില്ല. പക്ഷേ പേഴ്സണൽ പ്രയറൂടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അപ്പം മുഴ പൂർണ്ണമായിട്ട് ഏകദേശം ചെറിയൊരു തലത്തിൽ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ഏകദേശം പൂർണ്ണമായിട്ട് മാറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നില്ല. പക്ഷെ ആ മുട്ടുവേദന എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്രദറിലൂടെ ഇനിയും എത്രയോ മിനിസ്ട്രികളും എത്രയോ ശുശ്രൂഷകളാണ് ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇനിയും അനേക പേരെ ഇനിയും ദൈവ ആത്മാക്കളെ നേടുവാനായിട്ട് ബ്രദറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. താങ്ക് യു. ഓക്കെ. ഒരു മിനിറ്റ്. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ കാഞ്ഞിരപ്പള്ളിയിലെ സാബു അറിതോട്ടിലിൻ്റെ ടീമിന് വേണ്ടിയുള്ള ധ്യാനമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത താല്പര്യമുണ്ടെങ്കിൽ വരാം. 3 ദിവസത്തെ ധ്യാനം, ഇതേ പ്രോഗ്രാം. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് അവർണ്ണനീയമായ താല്പര്യത്തെക്കുറിച്ച് ദൈവത്തിന് സ്തുതി എന്ന് മാത്രമാണ്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസത്തെ ജൂബിലി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങാൻ പോയപ്പോഴാണ് അവിടെ നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ എടുത്ത് നോക്കി പോകുന്ന വഴിക്കാണ് വരദാന വളർച്ച ക്യാമ്പ്. ആ ഹെഡിങ് കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് മാത്യു ബ്രദറെ യാതൊരു പരിചയമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ധ്യാനം കൂടുന്നത്. പക്ഷേ ജീവിതത്തിൽ വളരെ വലിയൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. അതായത് എൻ്റെ ഉള്ളിലാണ് ഈശോ വസിക്കുന്നത്. ഈശോയും പരിശുദ്ധാത്മാവൊക്കെ എൻ്റെ ഉള്ളിലാണ്. അപ്പം ആ ബോധ്യം എന്നെ വളരെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയപ്പാടോടെ ഇതായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ തെറ്റും, ചെറിയ തെറ്റ് പോലെ എൻ്റെ ഉള്ളിലിരുന്ന് ഈശോ തിങ്ങി കരഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം വലിയ അപ്പോഴാണ് എനിക്ക് ശാന്തമാകുക, ഞാൻ ദൈവമാകുക എന്നൊക്കെ പറയുന്നതിൻ്റെ വാക്കുകളുടെ ഒരു ആഴം മനസ്സിലാകും. അതൊക്കെ നമുക്ക് വിശുദ്ധ കുർബാനയിലെ പല പ്രാർത്ഥനകളുടെയും ആ ഒരു അർത്ഥങ്ങളൊക്കെ നമ്മൾ ഈ വിദ്യാർത്ഥികളെ കടന്നുപോയപ്പോൾ എനിക്ക് ശരിയായ ബോധ്യത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു. പിന്നെ ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. 17 വർഷമായിട്ട് ഞാൻ സാധാരണ എല്ലാവരും പഠിപ്പിക്കുന്നവരൊക്കെ പഠിച്ചു പോകുന്ന രീതിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെയല്ല. CCCയും മാർപ്പാപ്പമാരുടെ ഇതെല്ലാം പഠിക്കണം. അത് പുതിയ പ്രബോധനമാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ടതെന്ന് ആ പഴയതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ ബോധ്യത കിട്ടിയത്. അപ്പോൾ അതൊരു വലിയ തിരിച്ചറിവാണ്. അതൊരു ഉത്തരവാദിത്വം എൻ്റെ ആണെന്നുള്ള ബോധ്യത്തോടെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ വചനം പ്രഘോഷിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ഇവിടെ ഈ കൂട്ടായ്മ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്തപ്പോൾ എല്ലാ വർക്ക്ഷോപ്പിലും തന്നെ എനിക്ക് ആ ഒരു ബോധ്യം ഉറപ്പിച്ച് നൽകി. അതുകൂടാതെ ഇന്നത്തെ അഭിഷേക പ്രാർത്ഥനയിൽ ബ്രദർ പറയുകയും ചെയ്തു, വചന പ്രഘോഷത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, മാർപ്പാപ്പമാരുടെ ഗ്രന്ഥമൊക്കെ പഠിക്കണം എന്ന് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതൊരു വലിയ അനുഭവമാണ്. അതുകൂടാതെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമല്ലോ. ദൈവസ്വരം ശ്രമിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം. ഞാൻ വിചാരിച്ചത് വലിയ പ്രാർത്ഥനക്കാർക്കൊക്കെ സത്യത്തിൽ മിനിഞ്ഞാമത്തെ രാത്രി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഭയങ്കര ജലദോഷവും ചുമയായിട്ട് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണ്. ഞാൻ അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കിടന്ന് ഇങ്ങനെ ചുമച്ചും ഇതൊക്കെയാണ് കിടക്കാൻ പറ്റാൻ ഒരുപാട് സമയം കിടന്നു. പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു സ്വരം, നിന്റെ വലതുഭാഗത്തോട് തിരിച്ച് കിടക്ക്, അപ്പോൾ നിനക്ക് കുഴപ്പമുണ്ടാകും. ഞാൻ വലത്തോട് തിരിഞ്ഞ് കിടന്നതും പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കിടന്നു. അതൊരു ദൈവം എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുക വെച്ചാൽ കേട്ടാ. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും ആ സ്വരത്തിൽ നിന്ന് പിടിവിടത്തില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഇപ്പോൾ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അത് വളരെ മനോഹരമായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിൽവി വിൽസൺ. ഇവിടെ പല പല ധ്യാനങ്ങളിൽ ഞാൻ വന്ന് കൂടാറുണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നടക്കേണ്ട വഴി, നമ്മൾ പോകേണ്ട വഴി ദൈവം നമുക്ക് ഓരോ വിധത്തിൽ കാണിച്ചു തരുമ്പം നമ്മൾ യെസ് പറഞ്ഞ കയറി വരുമ്പം ദൈവം നമുക്ക് തരേണ്ട എല്ലാ ജ്ഞാനവും അതുപോലെ അറിയേണ്ട കാര്യവും അനുഗ്രഹങ്ങളൊക്കെ തന്നിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്.
അതിനൊരു എക്സാമ്പിൾ എനിക്ക് ഈ ധ്യാനത്തിൽ എനിക്ക് കിട്ടിയത് അഹറോന്റെ തലയിൽ നിന്നും നല്ല അത് സാമിനകത്തൂടെ അതൊരു ഫിസിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം മറ്റോ ലേറ്റായിട്ട് വന്ന് പുറകിരുന്നു. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു പുറകിരിക്കുന്നവരൊക്കെ മുന്നോട്ട് വരാൻ. അങ്ങനെ ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സ്ഥലമില്ല. അന്നേരം പുറകിൽ പോയി. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥലം കൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്നിരുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എന്തോ വരുന്നു. ഞാൻ തണുത്ത് എന്തോ ഇങ്ങനെ ഒലിക്കുന്നു. അന്നേരം ഞാൻ എൻ്റെ സ്ലൈഡിൻ്റെ തണുത്തായിരിക്കും, പക്ഷേ AC ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കി സ്ലൈഡാണോ എന്തോ, പിന്നെ തണുത്ത് വരുന്നു. അന്നേരം ഞാൻ അതെൻ്റെ കൈയും കൊണ്ട് ഇങ്ങനെ അത് കൂട്ടി. എന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ അടുത്ത് ക്യാൻസോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്തുവാണ് അങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ തണുത്ത് ഇങ്ങനെ വെള്ളം പോലെ വന്നു. അന്നേരമാണ് ഇത് പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ അത് അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി കഴുത്ത് പട്ടയിലൂടെ വന്നതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പെട്ടെന്ന് ഒരു അഭിഷേകം എനിക്ക് ദൈവം തന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഓരോ ക്ലാസ്സിലും ഒരു ബ്രദർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇവിടെ ബ്രദർ പഠിപ്പിച്ചതില്ല. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എല്ലാം ദൈവ മഹത്വത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലുള്ള അന്ധകാരവും മാറ്റി അനേകം മക്കളിലേക്ക് ദൈവമേ വെളിച്ചമായിട്ട് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിനും പ്രത്യേകം തോമസ് പോൾ ബ്രദറിനും എമ്മാവൂസിലെ എല്ലാ ഭാരവാഹികൾക്കും അർപ്പിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ജീസസ്. Yes, thank you. God bless you. ഈശ്വരശായ്ക്ക് സ്ത്രീയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പം നല്ല അഭിഷേകത്തിലാണ് അന്ന് എനിക്ക് പോകാൻ സാധിച്ചത്. അപ്പം ഒന്നും കൂടി അഭിഷേകത്തിൽ കൂട്ടണം. ഒരു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരു വളരണം എന്നുള്ളൊരു ബോധ്യത്തിന് വേണ്ടിയാണ്. പിന്നെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വരാൻ സാധിച്ചത്. അപ്പം ദൈവം അത് അനുവദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതുകൊണ്ടായിരിക്കാം അത് എനിക്ക് സാധ്യമായത്. പിന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഞാനും ഈ രാവിലെ എണീക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം തോമസ് പോൾ ബ്രദർ പറഞ്ഞു നമ്മുടെ തോമസ് പോൾ ബ്രദറിൻ്റെ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പം നിങ്ങൾ 4 മണിക്ക് എണീക്കുന്നു പറഞ്ഞു. എനിക്ക് അടുത്ത ദിവസം വന്നപ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ വിചാരിച്ചു എന്നോട് പള്ളിയിൽ 6:15 കുർബാനയിൽ ഇന്ന് അത് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിങ്. അപ്പം അതിൻ്റെ സമയം ആകുമല്ലോ എന്ന് ഓർത്തിട്ട് അലാം വെക്കാന്ന് ഓർത്ത് പെട്ടെന്ന് എണ്ണീച്ചപ്പം അത് കൃത്യം 4:01 അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തോമസ് പോൾ ബ്രദർ പറഞ്ഞത് കത്തിയത് ബന്ധിപ്പിച്ചേക്കണ കാര്യം. ഞാൻ അത് പക്ഷെ മറന്നുപോയായിരുന്നു. ഞാൻ എണീക്കില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് കിടന്ന് ഉറങ്ങിയത്. 11:30-12 ആയപ്പോൾ ഉറങ്ങി. അപ്പം പിന്നെ അന്ന് ഞാൻ പേഴ്സണൽ പ്രയർ ഇപ്പം ഈ ദിവസങ്ങളിൽ വരുമ്പോൾ എന്തായാലും പേഴ്സണൽ പ്രയറുകൾ ചെല്ലണം എന്നുള്ളൊരു അത് അങ്ങനെയാണ് പറഞ്ഞ് തലേന്ന് വിട്ടത്. അപ്പം അത് അങ്ങനെ എനിക്ക് ചെല്ലാൻ സാധിച്ചു. ഒരു 1.5 മണിക്കൂറിൽ അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പം അല്ലെങ്കിൽ അതിൽ എപ്പോഴും ചെല്ലണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാത്രി വരെ ഇരുന്നിട്ട് ചെല്ലാണ്ട് കിടന്നുറങ്ങും. അപ്പം ഇനി അത് കൃത്യമായിട്ട് ആ ഒരു കിട്ടിയിട്ടുണ്ട് ഒരു എണീക്കാനുള്ളൊരു പ്രചോദനം. അത് തുടർന്ന് പോകണം. അത് ഇനി എന്തായാലും വിടരുതെന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം ഒത്തിരി നന്ദി. പിന്നെ ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു നമുക്കും പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വരും. ഞാൻ കാരിസമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പിള്ളേരും ഒക്കെ ഇങ്ങനെ എപ്പോഴും പറയും. അപ്പം അങ്ങനെ നമുക്ക് ഈശോയിലോട് മാത്രമുള്ള രക്ഷ എന്നുള്ള നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അത് ഇങ്ങനെ പറയാനുള്ള ഒരു പ്രേരണ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും കിട്ടിയായിരുന്നു. അപ്പം ഇപ്പം അത് ഒന്നും കൂടെ കിട്ടി. അപ്പം എല്ലാവരും ഒത്തിരി ചോദിക്കുന്നതാണ് എല്ലാവരും. അപ്പം അങ്ങനെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെങ്കിലും എത്ര നല്ല ആൾക്കാരാണെങ്കിലും ഏത് ഒരു ഹിന്ദുസ് അങ്ങനെ വേറൊരു ഇതിൽ എത്ര വിശുദ്ധരായി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ എന്നുള്ള ഒരു വലിയ ബോധ്യം കിട്ടി. അപ്പം അത് ഞാൻ പോയി വരുമായിരുന്നു. അപ്പം അത് എനിക്ക് അന്നു തന്നെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ പാവം ചെയ്ത് കഴിഞ്ഞ് വീണ് കൊഴി കഴിയുമ്പം നമ്മളെപ്പോഴും പിന്നെ ഒരു സങ്കടം നമുക്ക് ഇനി അതിൽ നിന്ന് എണീച്ച് വരാൻ പറ്റുമോ, അങ്ങനെ എപ്പോഴും നമ്മൾ വീണ് പോയി നമ്മൾ ശരിയാവില്ല എന്നൊക്കെ ഒരു വിചാരം. അപ്പം അതിനെല്ലാം വേണ്ടി നമുക്ക് ഓൾറെഡി ക്രൂശിൽ മരിച്ച ഈശോയുണ്ട്. അപ്പം ഈശോയ്ക്ക് നമ്മൾ എല്ലാം ഈശോ ഓൾറെഡി അതിനുവേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞു. നമ്മളപ്പോൾ അതിൽ നിന്ന് ഉണർന്ന് കഴിക്കണം, അതിൽ കിടക്കണ്ട എന്നുള്ളൊരവസ്ഥയും
പിന്നെ നമ്മുടെ വരും തലമുറകളെ ഓർത്തും എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓർത്തും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കും. അപ്പൊ വരും തലമുറകൾക്കും എല്ലാവർക്കും വേണ്ടി ഈശോ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധം കിട്ടി, ഒരു ബോധ്യം കിട്ടി. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് പാപങ്ങൾക്കെല്ലാം അവസാനിപ്പിക്കാനാണ്. നമുക്ക് ഇനി പാപമില്ല, നമ്മൾ ഒരിക്കൽ പാപം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തെക്കുറിച്ച് ഓർക്കണ്ട, അതിൽ നമ്മൾ മോചിതരായി. അപ്പം നമുക്ക് കൂടുതൽ അപ്പം അതൊരു കൃപ ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതൊരു പൈശാചികമായ ഇതാലോ, നമ്മളൊരു സങ്കടം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇതാകും, നമുക്ക് കൃപ കിട്ടാണ്ടിരിക്കുകയല്ലോ. അപ്പം അതൊരു ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് വന്നത്. പിന്നെ അതുപോലെ ദുഷ്ടരെ എതിർക്കരുത് എന്നുള്ളത്. അപ്പം ഇനി അങ്ങനെ പലരും പല ഇതിലും എതിർക്കാൻ വരുമ്പോഴും ഒക്കെ ഞാനിപ്പം എതിർക്കരുത് എന്നുള്ളൊരു ഭയങ്കര ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് വഴക്കൊക്കെ പറയുന്ന ആളാണ്. അപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും അപ്പം ഞാനിങ്ങനെ അപ്പം ആ വഴക്കൊക്കെ പറയാതെ നമ്മുടെ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. അപ്പം കുറച്ചും കൂടെ സ്നേഹത്തോടെ ചിലപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പിന്നെ ഒരു അഭിഷേകം ഭയങ്കര കുറയണം. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ അത് എല്ലാം കിട്ടി. പിന്നെ നമ്മുടെ പ്രാർത്ഥന ആരാധനയിലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യാമെന്ന് പുറത്തൊക്കെ ഇങ്ങനെ ആരാധനയിൽ ബുക്ക് പോയി. അപ്പം നമ്മൾ ഈശോയിൽ മാത്രം ഇരുന്നാൽ മതി. ഈശോയുടെ അടുത്ത് ഇങ്ങനെ മഗ്ദലന മറിയം ഇരുന്ന പോലെ ഇരിക്കാൻ, മറിയം ഇരുന്ന പോലെ മഗ്ദലന മറിയം ഇരുന്ന പോലെ അങ്ങനെ ഇരുന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ അടുത്ത് പറയും. അങ്ങനെ ലിസണിങ് ചെയ്യാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു. അപ്പം അത് ഒരു നല്ലൊരു ബോധ്യമാണ് കിട്ടിയത്. നമുക്കപ്പോൾ കൂടുതൽ നമ്മുടെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ വന്നപ്പോൾ പ്രവചനത്തിൻ്റെയും ഇതെല്ലാം നല്ല ഗ്രൂപ്പുകളായിരുന്നു എല്ലാം. എനിക്ക് കൂടുതൽ കിട്ടി. എല്ലാവരും എനിക്ക് പറഞ്ഞതെല്ലാം ഭയങ്കര ഇതായിരുന്നു, കറക്റ്റായിട്ടായിരുന്നു എല്ലാം പറഞ്ഞത്. എനിക്കും കുറേ പറയാൻ സാധിച്ചു. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കാനും ഈശോയുടെ സ്വരം കേൾക്കാനുമുള്ള ഈ ദിവസങ്ങളിൽ ഒരു നല്ലൊരു അവസരം കിട്ടി, മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ കൂടുതൽ ശക്തിയിൽ വളരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തോമസ് പോൾ ബ്രദറിനെ ഇവിടെ നടത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദി. Praise the Lord. Thank you. Thank you. Praise the Lord. ഞാൻ ഇങ്ങനെ ഒരു ധ്യാനം നടക്കണമെന്ന് അറിഞ്ഞെങ്കിലും വരാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യം ഉണ്ടാകാതിരുന്നതല്ല, അതിന് മുമ്പും എല്ലാ മാസവും ഓരോരോ ധ്യാനങ്ങളായിട്ട് ഞാനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഈ മാസം ഡിസംബറൊക്കെ അല്ലേ, അപ്പം വേണ്ട കൂടണ്ടെന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചെങ്കിലും ആ 2 ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര ഒരു പ്രചോദനം, കൂടണമെന്നുള്ള ആ ഒരു ഇത്. അതിന് മുമ്പ് കൂടിയത് ഞാൻ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലമെന്നും പറഞ്ഞുള്ള ഒരു ധ്യാനമായിരുന്നു കൂടിയത്. അപ്പം ഇവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ബുക്ക് ചെയ്തില്ലെങ്കിലും ഒന്ന് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചപ്പം സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ വൈഫാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇങ്ങനെ തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേഗം ഒരു കുഴപ്പമില്ല, അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഇവിടെ കയറിയപ്പോൾ തന്നെ കണ്ടത് ബ്രദറിനെയാണ്. അപ്പോൾ തോമസ് പോൾ ബ്രദർ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബ്രദർ തന്നെയല്ലേ നമ്മുടെ ഞാൻ കയറുന്നത്. അപ്പം ഞാൻ പിന്നെ ബ്രദറിൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ആദ്യമായിട്ടാണ് ബ്രദറിൻ്റെ കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ബ്രദറിൻ്റെ ആദ്യമായിട്ടാണ് കൂടുന്നതെന്ന് പറഞ്ഞു. നീ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കപ്പോൾ തന്നെ എനിക്കൊരു വലിയൊരു ഇത് കിട്ടിയിട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്ന ഒരാൾ ആദ്യമേ തന്നെ നമ്മൾ അനുഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പം തന്നെ ഈശോയുടെ ഒരു ഹിതം തന്നെയായിരുന്നു ഇവിടെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് പിന്നെ ഇരിക്കുമ്പം എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്ന ഇടവക ദിവികാരുണ്യ അത്ഭുതം 2024 ജൂലൈ തുടങ്ങി നവംബർ വരെ 6 തവണ ദിവികാരുണ്യ അത്ഭുതം ഉണ്ടായതാണ്. തിരുവോസ്തി മാംസവും രക്തവുമായതാണ്. അത് ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയുമാണ്. അപ്പം അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ആരാധനയുണ്ട് പള്ളിയിൽ. അപ്പം ഞാനാണ് അവിടെ ഫുൾ ടൈം എന്നല്ല, മാക്സിമം ടൈം ഞാനാണ് സ്പെൻഡ് ചെയ്യണത്. അപ്പം എനിക്കൊരു വിഷമാണ്, ആരും ഇല്ലെങ്കിൽ പള്ളിയിലില്ലെങ്കിൽ ഈശോയ്ക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ അവിടെ എങ്ങനെ വന്നതിന്. അപ്പം നമുക്കൊരു മെസ്സേജ് തരണുണ്ടാവുമല്ലോ എന്നുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ ആ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു വലിയ ബാഗുമായിട്ടാണ് പോകണം. കുറേ പ്രാർത്ഥനകളുണ്ട്. ആരാധനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല.
അപ്പൊ ഈശോ എപ്പോഴും പറയും ഓരോ ബുക്ക് എടുക്കുമ്പോഴും മനസ്സിലൊരു തോന്നൽ വേണ്ട അത് വേണ്ട അപ്പൊ എല്ലാം മാറ്റി വെക്കും. അപ്പൊ ഞാൻ എന്നിട്ട് എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു എന്താണെന്നറിയില്ല അച്ഛാ, എനിക്ക് ഒരു ബുക്ക് എടുക്കുമ്പോഴും ഇവൻ ബൈബിൾ പോലും എടുത്ത് വായിക്കുമ്പോഴത്തേക്കും അത് മടക്കി വെക്കുക അങ്ങനെയൊക്കെ തോന്നുന്നു, അതെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, നീ ഒരു കാര്യം ചെയ്യ്, അതൊന്നും എടുക്കണ്ട, ഈശോ സംസാരിക്കുന്നുണ്ടാവും, അപ്പൊ നീ അത് കേൾക്കാനായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് നീ എഴുതി വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചു, പിന്നെ മടിയാണ് എഴുതാനായിട്ട്, അങ്ങനെ വരും എനിക്ക് പിന്നെ ഉറക്കം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴത്തേക്കും ഈശോ ഇത്ര ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈശോ പറയണത് കേൾക്കാനായിട്ടെന്ന് ഞാനത് അനുഭവിച്ചേക്കുന്ന ആളായത് കാരണം എനിക്കത് കൺഫേംഡ് ആയി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വർഗ നരകം ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സ്. അപ്പം ഞാൻ CCC വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തുറന്നിട്ടില്ല. അപ്പം അതിൽ CCC വെച്ച് തന്നെയാണ് കുറേ കാര്യങ്ങൾ പറയണമെങ്കിലും എനിക്ക് ഭയങ്കര ഒന്നും കോറിലേറ്റ് ആവണില്ല. അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ട് വന്നു തുടങ്ങി. അപ്പം ഇവിടെ വന്ന് ബ്രദറിൻ്റെ ക്ലാസ്സും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി എൻ്റെ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈശോ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്. പിന്നെ CCC ഉപയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്ക് അപ്പം നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എല്ലാ ഗ്രൂപ്പിലും തന്നെ എനിക്ക് കണ്ണെഴുതി തരുന്നു, ഒരു പുരുഷൻ്റെ കൈ കൊണ്ട് എൻ്റെ കണ്ണെഴുതി തരുന്നു. പിന്നെ അതുപോലെ തന്നെ നിന്റെ ലാസ്റ്റ് കിട്ടിയതും കണ്ണെഴുതുന്ന കാര്യമാണ്. വേറെ ഗ്രൂപ്പിലല്ലാതെ വേറൊരു ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു കണ്ണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കണ്ണട മാറ്റണമായിരിക്കും. അപ്പം ഞാൻ കണ്ണട മാറ്റിയേക്ക് വെച്ചു. അപ്പം ഇതിൻ്റെ ആത്മീയമായിട്ടുള്ള ഇത് തെളിച്ചു തരുന്നുണ്ട് ഈശോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ എല്ലാ ഡൗട്ടുകളും ഈശോ ക്ലിയർ ചെയ്ത് തരും. എമാവൂസിൽ പോയ ശിഷ്യന്മാരുടെ ആ ഹൃദയം തുറന്നതുപോലെ എൻ്റെയും ഹൃദയവും ആത്മീയ ഡൗട്ടുകളും എല്ലാം ഈശോ തുറന്ന് എന്നെ ഒരു ഈശോയുടെ ഒരു ശുശ്രൂഷകയാക്കുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഈ സാക്ഷ്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ക്ഷമയോടെ ഇത് അങ്ങ് സ്വീകരിക്കാം. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഉള്ളവർ ആദ്യം കേൾക്കണത് അവസാനത്തെ ഈ ഷെയറിംഗ് ആണ്, പിന്നെയാണ് ധ്യാനം കേൾക്കണത്. എൻ്റെ പേര് ലീലാമ്മ ബർണാഡ് എന്നാണ്. ഞാൻ വൈപ്പിംഗ് സബ്സോണിനാണ് വരുന്നത്. ഞാനും സിബി പറഞ്ഞതുപോലെ നേരത്തെ ഒന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, ഇതിന് വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരു ചെറിയൊരു മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരക്കിലായിരുന്നു. ഒരു പ്രെയറൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിട്ട് എനിക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പാണ് ഞാൻ പെട്ടെന്ന് വരണമെന്ന് തോന്നിയതും വന്നതും. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി മാറി. കാരണം ഞാൻ പല ധ്യാനങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അനുഭവം എനിക്ക് ആദ്യമായിരുന്നു. വരദാനങ്ങൾ ധ്യാനം കൂട്ടിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം അതിൽ ഞാൻ വേണ്ടതുപോലെ സഹകരിക്കാനായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഈ എക്സസൈസുകൾ, നമ്മുടെ വർക്ക്ഷോപ്പുകൾ വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസവും ഓരോ വിവിധതരം എക്സസൈസുകൾ, അതിലൂടെ ഈശോയെ കേൾക്കാനും ചില കാര്യങ്ങൾ കാണുവാനും ചില പ്രചോദനങ്ങൾ ലഭിച്ചു. ഒത്തിരി ആനന്ദമായിരുന്നത്, വളരെ സന്തോഷമായിരുന്നത്, നല്ലൊരു അനുഭവമായിരുന്നത്. അതിലൂടെ അത് വീണ്ടും അത് വീണ്ടും അത് വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നില്ല, എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് ഇനി വീണ്ടും ഉഷാറായിട്ടാണ് നാളെ തുടങ്ങി തന്നെ ആ വ്യക്തിപരമായ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ കുറച്ച് തീരുമാനമെടുത്തു. പിന്നെ ഈശോയെ എനിക്ക് ടച്ച് ചെയ്തൊരു അനുഭവം എനിക്കുണ്ടായത് സ്റ്റാർട്ടിങ് ദിവസത്തിൽ തന്നെ ഒത്തിരി രോഗശാന്തി എനിക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അന്നന്ന് തുടങ്ങി തലവേദന, മൈഗ്രെയിനായിട്ട് ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് നീരിറങ്ങി ഓരോ വശത്തും കഴുത്തിലുണ്ടായിരുന്നു. അപ്പോഴും രോഗശാന്തിയായിട്ട് ബ്രദർ വിളിച്ചു പോകുന്ന എനിക്ക് അവിടെ സൗഖ്യം കിട്ടി. പിന്നെ ബാക്കിലേക്കായി, ഇന്ന് എനിക്ക് വേദന ബാക്കിലായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ വർക്ക്ഷോപ്പിലിരിക്കുമ്പോഴേക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ മുതുകത്തിൽ 3 തവണ ഇങ്ങനെ തടകിയ ഇത് ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തിരുന്ന ചേച്ചി എന്നെ തൊട്ടിട്ടായിരിക്കുന്നത് ഞാൻ നോക്കി. ആയിരിക്കും ഞാൻ വിചാരിച്ചു, നോക്കിയില്ല. പക്ഷെ വീണ്ടും ആയപ്പോഴേക്കും ഞാൻ ചേച്ചിനെ നോക്കിയപ്പോൾ ചേച്ചി അവിടെ ഇല്ല. ചേച്ചി കുറേ ദൂരെ മാറിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പുറത്തെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ കുട്ടികൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും കണ്ടു അത്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ 3 പ്രാവശ്യം തടങ്ങി, എനിക്ക് വേദനയുള്ള വശത്ത് തടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈശോയാണത്. കാരണം വളരെ മൈൽഡായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയും ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ വേദനയും ഇപ്പം ഇല്ലാത്തൊരവസ്ഥ, ഒട്ടും വേദനയില്ലെന്ന് തന്നെ പറയാം. എനിക്ക് അങ്ങനെ ഈശോയുടെ സ്പർശനം ലഭിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം അതെടുത്തപ്പോഴേക്കും. പിന്നെ ഈശോ എന്നെ കാണുന്നു എന്നുള്ള ആ ഒരു വലിയ അനുഗ്രഹം. പിന്നെ മറ്റൊരു സങ്കടമുള്ളത്, എനിക്ക് ഈ ഇവിടെ ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ബൈബിള് പഴയ നിയമത്തിലാണ് എപ്പോഴും പഠിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ വളരെ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നമ്മൾ
ഈശോനായിട്ട് കടന്നു വരാതെ ഇപ്പൊ നമ്മൾ മോശയുടെ വചനങ്ങൾ, ഏലിയുടെ ഏലിശയുടെ വചനങ്ങളൊക്കെ ശരിയൊക്കെ നമ്മൾ എടുത്തിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ഇമ്മാനുവൽ ലോപ്പസിന്റെ, അതിലും പരീക്ഷയ്ക്ക് 120 മിനിറ്റിൽ 114 വചനങ്ങൾ എഴുതി. അതെല്ലാം പഴയ നിയമം തന്നെയായിരുന്നു. ആയിക്കൂടി റോമ മാത്രമാണ് ഒരു 15 എനിക്ക് എഴുതാൻ പറ്റിയത്. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും പുതിയ വചനങ്ങൾ പഠിക്കണം എന്നുള്ള ഭയങ്കര തീഷ്ണതയായി. പുതിയ വചനം പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു സങ്കടമുള്ളത്, ഈ ബ്രദർ പറഞ്ഞു നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒപ്പം CCC കൂടി നമ്മൾ റെഫർ ചെയ്യണമെന്ന്. 2 വർഷമായി ഞാനും സിനിയെ പോലെ CCC വാങ്ങിച്ചിട്ട് അലമാരിൽ ഇരിക്കുക, തുറന്നിട്ടില്ല. ഭയങ്കര സങ്കടമായി പോയി. ഇത്രയും വലിയൊരു വിലപ്പെട്ട ഒരു രക്തം കയ്യിലുണ്ടായിട്ടും തുറന്നു നോക്കാനുള്ള ഒരുങ്ങി ഉണ്ടായില്ല എന്ന് ഓർത്തു. കാരണം ഒത്തിരി ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ് കണ്ടു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുസ്തകം കൂടി ഞാൻ വേണ്ടത്ര അതിന് പ്രസക്തി കൊടുത്തില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്തായാലും ഇന്നെന്ന് പറഞ്ഞാൽ നാളെ തുടങ്ങി തന്നെ ഞാൻ വീണ്ടും എൻ്റെ CCC കൂടി എടുത്തിട്ട് റെഫർ ചെയ്ത് അതും കൂടി എടുത്ത് പഠിക്കും എന്നുള്ളതിന് കുറച്ചൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഈ ഒരു ഏജിലും ബ്രദർ നമുക്ക് വേണ്ടി എന്തോരം ബുദ്ധിമുട്ടുന്നല്ലേ, അതിനെ ഓർത്ത് വിഷയം മഹത്വപ്പെടുത്തിയാണ്. കൂടുതൽ ബ്രദറിന് ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് തുറന്ന് നോക്ക്, അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഈ CCC ഒന്ന് തുറന്ന് നോക്ക്, എന്നിട്ട് ഇങ്ങനെ പഠിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആത്മീയ തലത്തിൽ വളരെ താഴെ നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ധ്യാനം കൂടുമ്പോൾ. പ്രത്യേകിച്ചും നമ്മൾ പ്രവചനവരത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ധാരണ അതൊക്കെ ധ്യാന ഗുരുക്കൾക്ക് ഉള്ളതായിരുന്നു എന്നാണ്. പക്ഷേ ഒന്നാമത്തെ സംശയം തന്നെ മാറിക്കിട്ടി. അത്ര നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള വളരെ അനുഗ്രഹീതമായ പ്രാക്ടിക്കൽ സെഷനിലൂടെ, വർക്ക്ഷോപ്പിലൂടെ ബ്രദർ ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് നൽകുകയായിരുന്നു. അപ്പോൾ ഞാൻ പ്രവചനവരത്തെക്കുറിച്ച് ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് ചെറുതായിട്ടൊക്കെ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് വന്നു എന്നുള്ളത് എന്നെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധ്യാനഗുരുക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇങ്ങനെയുള്ള വരങ്ങൾ സാധിക്കും എന്നുള്ള വലിയ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ആ വലിയൊരു ടേക്ക് ഹോം, വളരെ ഒരു ബ്ലെസ്സിങ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുക. രണ്ടാമതൊന്ന് മുന്തിരിത്തോപ്പിലെ ഉപമയിലൂടെ ബ്രദർ പറഞ്ഞു വന്നു, അവസാനം വന്ന ആൾക്കും 1 ദിനാറ് കൊടുത്തത് ദൈവത്തിന് ഒരിക്കലും കൃപ മുറിച്ചു നൽകാനാവില്ല, അത് മുഴുവനോടെ തന്നെ നൽകുകയുള്ളൂ എന്ന്. അപ്പോൾ ധ്യാനഗുരുക്കൾക്ക് കിട്ടുന്ന അതേ കൃപ തന്നെ ഇങ്ങനെയുള്ള ഇതിലൂടെ ഞങ്ങൾക്കും കിട്ടി എന്നുള്ളത് ഒരു ഇരട്ടി മധുരം. ആ ഒരു സന്തോഷത്തോടും ആഹ്ലാദത്തോടു കൂടിയാണ് ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നത്. ഒരുപാട് നന്ദി, ഇത് ഓർഗനൈസ് ചെയ്തവർക്ക് നന്ദി, ബ്രദറിന് ഒരുപാട് ഇനിയും കൃപകൾ ഉണ്ടാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മൈക്ക് ഞാനിവിടെ ഒരു ധ്യാനം എന്ന രീതിയിലല്ല, ഒരു വർക്ക്ഷോപ്പ് ആണല്ലോ, ഒരു പ്രാക്ടിക്കൽ സെഷൻ ആണല്ലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കഴിഞ്ഞതിന് 3 മാസം ഒരു ധ്യാനം കൂടിയിട്ടുള്ളൂ. അപ്പം കേൾക്കാവോ? കഴിഞ്ഞൊരു 3 മാസം ഒക്ടോബറിൽ ഒരു ധ്യാനം കൂടിയതേ ഉള്ളൂ. അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടരെ വരുന്ന പിള്ളേരും അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇത് ധ്യാനമല്ല, ഇതൊരു വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ പ്രാക്ടിക്കൽ സെഷൻസ് ഉള്ളതുകൊണ്ട് ആ തിയറി ബേസ്ഡ് ഉള്ളതിനേക്കാളും പ്രാക്ടിക്കലായിട്ട് ചെയ്തപ്പം ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ഈ ത്രിവിധ അഭിഷേകം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്. പിന്നെ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റാത്തപ്പോഴും ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യം ഒത്തിരി ആശ്വാസം തരുന്നുണ്ട്. പിന്നെ നമ്മളോട് എതിർക്കുന്നവരോട് അല്ലെങ്കിൽ ദുഷ്ടരോട് നമ്മൾ തർക്കിക്കരുതെന്നുള്ള ആ ഒരു അത് പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് എത്രത്തോളം പറ്റുന്ന അറിയില്ല, എങ്കിലും അത് ശ്രമിക്കും. പിന്നെ പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ല എന്നുള്ളത് വേറൊരു ബോധ്യമാണ്. പിന്നെ കുറച്ച് വരദാനങ്ങൾ കിട്ടി. കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അതിനുള്ള ഒരു കൃപയുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പിന്നെ രോഗശാന്തി വരം, ദർശന വരം, അതൊക്കെ
കിട്ടിയതായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ, രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങോട്ട് സ്റ്റേജിൽ വന്ന് പറഞ്ഞില്ല. എനിക്ക് കുറച്ച് നടുവേദന ഉണ്ടായിരുന്നു, റൈറ്റ് ഹിപ്പ് വേദന ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അൾസറിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതും അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, മാറിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പേഴ്സണൽ പ്രയറിലും പിന്നെ ആരാധനയ്ക്ക് ഞാൻ അവിടെ ബാംഗ്ലൂർ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് 10 മണി വരെ ആരാധനയുണ്ട്. ഞാൻ 1 മണിക്കൂറെങ്കിലും ഇരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കൂടെ പെട്ടെന്ന് കുറേ വരുന്നതുകൊണ്ട് മാക്സിമം ചൊല്ലി തീർക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ അത് അങ്ങനെയല്ല, ഇനി നമ്മൾ സൈലൻ്റായിട്ട് ഈശോ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ബോധ്യവും കിട്ടി. പിന്നെ സങ്കീർത്തനങ്ങളിൽ കൂടെയുള്ള ആ ഒരു പാട്ട് രൂപത്തിലുള്ള പ്രാർത്ഥന ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. അതിനകത്തുള്ളൊരു ബ്യൂട്ടി മനസ്സിലാക്കി. താങ്ക് യു. Well done, well done. Praise the Lord. സാരില്ല, അത് സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്, അല്ലെങ്കിൽ അയൽവക്കക്കാർ ഓടി വരും പോലീസിനായിട്ട്. ഞാൻ ബ്രദറിൻ്റെ ഓൺലൈൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പം ബ്രദറിൻ്റെ CCC പിന്നെ അവരെയൊക്കെ ഞാൻ കേൾക്കും. പിന്നെ ഈ കാനഡയിൽ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. USA കാനഡയിലുണ്ട്. കാനഡയിൽ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഉറക്കം കിട്ടാതെ ഞാനിങ്ങനെ 2-3 മാസമായിട്ട് ഡോക്ടറുടെ മരുന്ന് കഴിക്കുക. അപ്പോൾ ഡോക്ടറോട് ഇനി ഇത് കണ്ടിന്യൂസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബ്രദറിൻ്റെ റിട്രീറ്റ് കേട്ടുകൊണ്ടിരിക്കും. ബ്രദർ വരെ ഉറക്കം കിട്ടാതിരിക്കുന്നവർക്ക് ദൈവം ഹീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നോക്കി എങ്ങനെയാണ് 1-2-3 ദിവസം ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് പിന്നെ ഉറക്കം കിട്ടാൻ തുടങ്ങി. ഞാൻ ബ്രദറിൻ്റെ വാട്സപ്പിൽ ഇട്ടു, എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ബ്രദർ എപ്പോഴും ആയിക്കോട്ടെ എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ക്ലാസ്സെങ്കിലും കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ഒന്ന് CCCയോ ഏതെങ്കിലും ഒന്ന് കേൾക്കും. അപ്പം അങ്ങനെ ബ്രദർ പറഞ്ഞു, എനിക്ക് നോട്ടീസ് അയച്ചു തന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്, മൗസിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വർഗീസ്വാമിനെ വിളിച്ചു, ബുക്ക് ചെയ്തു. എൻ്റെ ആദ്യം ഞാനങ്ങ് ബുക്ക് ചെയ്ത് 200 രൂപ അടച്ചിട്ട് ബുക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരാം. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അവൾ പറഞ്ഞു അവളും വരാം. പിന്നെ അവളുടെ ഹസ്ബൻഡും വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ ഒന്നിച്ച് കൊമ്പെന്ന് വന്നത് ആക്ച്വലി ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ഇവിടെ എല്ലാവരും കവർ ചെയ്തു ഏരിയ എല്ലാം, ഓൾമോസ്റ്റ് എവരിത്തിങ്. അപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ ബോധ്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. കൂടുതൽ സമയം എടുക്കുന്നില്ല. ഒരു പ്രത്യേക ബോധ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയത്തിൽ എല്ലാവരും ഉണ്ട്. അപ്പം ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും സകല ജാതികളും ഈശോയുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഇസ്രായേലിലെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം കൊന്ന് തീർത്തത് കൊണ്ട് ഈ മുസ്ലിംസിനോട് ഭയങ്കര ദേഷ്യം. എന്നാലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നാലും എനിക്ക് ഒരു വല്ലാത്തൊരു ദേഷ്യം, പ്രത്യേക ഒരു ജാതികളായി വരും. പക്ഷേ ഈ ക്ലാസ് കേട്ട സമയത്ത് മുതൽ ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഈശോയ്ക്ക് തന്നെ ആയിരിക്കും വേദന. ഞാൻ കരുതി മേലിൽ ആരെയും കുറ്റം പറയില്ല. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എല്ലാ ഈശോയുടെ മക്കളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് തന്നെ ആയിരിക്കും വേദന. ഞാൻ സ്നേഹിക്കുന്ന ഈശോയെ ഞാൻ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ കരുതി. ഇതാണ് എനിക്കിപ്പം പ്രത്യേകിച്ച് എടുത്തു പറയാൻ കിട്ടിയ ഒരു ഇത്. ബാക്കി ഇവിടെ എല്ലാവരും കവർ ചെയ്തു, അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്തില്ല. പിന്നെ പ്രൈസല്ലോ ഇത്രയും ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇനി ആരെങ്കിലും? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പല കാര്യങ്ങളും പലരിലൂടെയും കേൾക്കുകയായിരുന്നു. ഒത്തിരി ഞങ്ങൾക്ക് എന്നെ സ്വാധീനിച്ചു എന്നത്, ഒത്തിരി പേര് ഇവിടെ വന്ന ഏതാണ്ട് ഒരു 75% ആൾക്കാരെ അടുത്തറിയാൻ സാധിച്ചു എന്നുള്ളത് വർക്ക്ഷോപ്പിലൂടെ വലിയൊരു നേട്ടമാണത് എനിക്ക്. സാധാരണ നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ ധ്യാനം കൂടുന്നു, നമ്മൾ പോകുന്നു. പക്ഷേ ഇതിലധികം ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചു.
ഒത്തിരി പേര്, ഒരു 75% പേരെ അടുത്തറിഞ്ഞ് സംസാരിക്കാനും ഒക്കെ അനുവദിച്ചു, ദൈവം അനുവദിക്കുകയായിരുന്നു. അതുപോലെ ഈ വർക്ക്ഷോപ്പിന് വരാനുള്ള ഒരു കാരണം, ഒരു 2 മാസം മുമ്പ് ബ്രദർ തോമസ് പോളിൻ്റെ ഓൺലൈൻ വഴിയുള്ള രാത്രിയുള്ള 9 മണി 8:30 തൊട്ട്, ഒരു ഞായറാഴ്ച 8:30 തൊട്ട് 10 മണി വരെയുള്ള ഓൺലൈൻ പ്രോഗ്രാം കൂടി. ആ സമയത്ത് ഞാൻ അന്നേരം തീരുമാനിച്ചു, ഞാൻ കടന്നു വന്നത് തലശ്ശേരിയിൽ നിന്നാണ്, അവിടെ നിന്ന് ഒരു 20 പേരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹത്തിൽ പലരെയും റെഡിയാക്കി വെച്ചു. പക്ഷേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ് 11-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് അവരോട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ 2 പേരാണ് ഞങ്ങൾക്ക് വരാൻ സാധിച്ചത്. പലരോടും പറഞ്ഞിരുന്നു, അവർ വരാൻ വേണ്ടി താല്പര്യപ്പെട്ടതായിരുന്നു. പക്ഷേ വോട്ടിങ്ങിൻ്റെ ആ സമയത്ത് ഞങ്ങൾക്ക് ആരോടൊന്നും പറയത്തില്ലല്ലോ, അപ്പോൾ അവർ ഞങ്ങൾ ശരിയാക്കി കളയും. അതുകൊണ്ട് അങ്ങനെയാണ് കുറച്ച് പേര് വരാൻ പറ്റാതിരുന്നത്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഏതായാലും അന്ന് വരുമ്പോൾ തന്നെ ഒത്തിരി തേങ്ങലോടെയാണ് വന്നത്. എങ്ങനെയാ വീട്ടിൽ തലയാഴ്ച ഇടവക ധ്യാനമായിരുന്നു. അതിനുശേഷം വീണ്ടും എങ്ങനെയാ വീട്ടിൽ ചോദിച്ചിട്ടിങ്ങ് പോരുക, മറ്റുള്ളവരൊക്കെ ഓരോന്ന് പറയില്ലേ. എന്നാലും രാത്രി, തലേദിവസം രാത്രി, തിങ്കളാഴ്ച രാത്രി ഒരു 8 മണിയോടെയാണ് എനിക്ക് അതിനുള്ള പെർമിഷൻ കിട്ടിയത്. അപ്പം ഞങ്ങൾ 2 പേര് ചൊവ്വാഴ്ച രാവിലെ അവിടുന്ന് ട്രെയിനിന് പോകുന്നത്. എന്നാലും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, അപ്പം എന്നോട് പറഞ്ഞു 16-ാം തീയതി നെല്ലിക്കുറ്റി വരദാന വളർച്ചാ ധ്യാനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ വന്ന് ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനം കൂടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കണ്ണൂർ വെച്ച് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ പലരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞാണ് കുറച്ച് പേർക്ക് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചോദിച്ചിരുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഡേറ്റ് മാറ്റുമോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പറ്റില്ല, കാരണം ബ്രദർ തോമസ് പോളിന് സമയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമുക്കതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കാരണം ഒത്തിരി കാര്യങ്ങൾ, പുതിയ കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നമ്മിലുള്ള പുരോഹിത പ്രവാചക പുരോഹിത പ്രവാചക അഭിഷേകം നമ്മളിൽ ഉണ്ട്. അത് നമ്മുടെ LSSലൂടെയൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ പിഴിഞ്ഞിരി. കാരണം അത് 1-ാമത്തെ ക്ലാസ്സിൽ ആണിത് പറയുന്നത്, LSSന്റെ 1-ാമത്തെ ക്ലാസ്സിലാണ് ഇത് പറയുക. അപ്പൊ അതിൻ്റെ ശരിക്കുള്ള ഒരു ആന്തരികാർത്ഥം എന്താണ് ഇതിൻ്റെതെന്ന് ശരിക്കൊന്ന് പഠിക്കാൻ ഇവിടുന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരിലും ഉള്ളതാണെന്നും അതെങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്നും അതെന്താണ് അതിൻ്റെ ദൗത്യം എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട് കിട്ടി. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷെ ഇത്രമാത്രം ആഴങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലണമെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അത് നന്നായിട്ടൊരു കണ്ണു തുറന്നു. അത് ബ്രദർ അതിൻ്റെ ഒരു ലീഫ്ലെറ്റർ തന്നെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞപ്പോൾ ശരിക്കും അതിൻ്റെ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആഴങ്ങളിലേക്ക് കടന്നു പോകാനും കർത്താവിനെ ശരിക്കും ശ്രമിക്കാനും എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ നമ്മളധികം സ്ട്രെയിൻ ചെയ്യേണ്ട എന്നും, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട, ഈശോ തന്നെ ഈശോയും പരിശുദ്ധാത്മാവും ഇത് നയിച്ചോളൂ എന്നുള്ളൊരു ബോധ്യം അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി പേരുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് മാറാ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് ശരിക്കും ഒന്ന് പുറത്ത് പ്രകടിപ്പിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നൂതനമായ കാര്യങ്ങളാണ് ഈ വർക്ക്ഷോപ്പിലൂടെ കിട്ടിയത്. ഇതെല്ലാവർക്കും വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ എല്ലാ വരദാനങ്ങളും നമുക്ക് തുറന്നു കിട്ടുക എന്നുള്ളത് അത് വലിയൊരു കൃപയുടെ ഒഴുക്കായിരുന്നു. ഇവിടെ വന്ന് ഈ പ്രവചനവരം വേണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ 20 പേരെ റെഡിയാക്കി വെച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും വരണം, വന്നാൽ ഈ പ്രോഗ്രാമിൽ വന്നാൽ എല്ലാവർക്കും പ്രവചനവരം കൊണ്ടുപോകാം എന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ പറഞ്ഞു വിടും, തീർച്ചയായിട്ടും അടുത്ത എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിനു വേണ്ടി പറഞ്ഞു വിടുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ വലിയൊരു ആഗ്രഹത്താലാണ് തന്നെ വന്നത്. ഇപ്പോൾ പ്രവചനവരം മാത്രമല്ല, ദർശനവരം, മറ്റുള്ള എല്ലാ വരങ്ങളും
തുറന്നു കിട്ടി എന്നുള്ളതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇനി അതെടുത്തൊന്ന് ഉപയോഗിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് നയിച്ച ബ്രദർ തോമസ് പോളിനും ടീം അംഗങ്ങൾക്കും അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങൾക്കും എല്ലാം കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. Well done. ഇവിടെ നടക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ധ്യാനം നമ്മൾ ബുക്ക് ചെയ്ത് തുടങ്ങി കർത്താവ് എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഇതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ഒരു ഇത് നമ്മുടെ കൂട്ടുകാരന്മാരോട് പറഞ്ഞാൽ അവരൊന്നും ഹൃദയത്തിലെടുത്തില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അവരൊന്നും ഇത് പിടിക്കില്ല, നിനക്ക് പ്രാർത്ഥിക്കേ. എന്നിട്ട് കർത്താവ് പറഞ്ഞു 2-3 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കും, അതുകൊണ്ട് ആളെണ്ണൊന്നും നീ നോക്കണ്ട, നീ പ്രാർത്ഥിക്കേ. ഇത് എല്ലാ ധ്യാനത്തിനും ഉപരിയായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ധ്യാനം കൊണ്ടുപോകുമെന്നും ഇതിലൂടെ അനേകം ശുശ്രൂഷകള് പുതിയത് തരുമെന്നൊക്കെയായിരുന്നു ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന സന്ദേശങ്ങളും പ്രവചനങ്ങളും. തീർച്ചയായിട്ടും അതിവിടെ നിറവേറ്റി എന്നുള്ളതിൽ ദൈവത്തിന് നന്ദി പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലാഡിസ് ചേച്ചിയൊക്കെ ബോംബെ പോലും കുറച്ച് പേര് സ്ഥിരമായിട്ട് കയറുമായിരുന്നു. അപ്പൊ ഇനിയും ഞാൻ ടീമിനോടൊന്നും ആലോചിച്ചിട്ടില്ല. ഈ കർത്താവ് ഇപ്പോൾ ഒരു പ്രവചനം തരികയാണ്. ഇവിടെ നമ്മളൊരു 40 ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന സങ്കീർത്തന മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. 40 ദിവസത്തെ നമ്മളൊരു 10-12 പേരുണ്ടെങ്കിലും നമ്മളിവിടെ ഈ എംഎസ് ചാപ്പലില് പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ ഈ വലിയ നോയമ്പ് കാലത്ത് 40 ദിവസം പ്രത്യേകിച്ച് ജൂലിക്കൊക്കെ ഒരുക്കമായിട്ട് നമ്മളപ്പോൾ അതിങ്ങനെ ഒരു കർത്താവ് ഒരു പേരന് തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലൊക്കെ 10 പേര് പേരന് തരുന്നവര് 10 പേര് വന്നാൽ നമുക്ക് ഈ 40 ദിവസം ഇവിടെ അമാവാസിയിലെ പ്രാർത്ഥിച്ച് വേറെ ഇതൊന്നുമില്ല. നമ്മൾ രാവിലെ തുടങ്ങി സങ്കീർത്തനം പാടും, അതിന്റെ വ്യാഖ്യാനം ഉൾക്കൊള്ളും, പിന്നെയും പാടും. ഓരോ ദിവസവും ഈ സങ്കീർത്തനം എത്രത്തോളം സങ്കീർത്തനം പോകാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് കർത്താവ് തന്ന ബോധ്യം 40 ദിവസത്തെ സങ്കീർത്തന ധ്യാനം, അതോടുകൂടി ഒരു 120 ദിവസം ആകുമ്പോഴേക്കും ഇതെല്ലാം കഴിയുമെന്നാണ് കർത്താവ് തരുന്നത്. അതിന്റെ അവസാനം ഏതെങ്കിലും ദിവസം എപ്പോഴെങ്കിലും ചേട്ടൻ ഈ ഓഫ്ലൈനിൽ പറ്റിയില്ലെങ്കിൽ ഓൺലൈനെങ്കിലും നമുക്ക് കേട്ട് എന്തെങ്കിലും ചെയ്യാം. പ്രൈസിലോട് എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പ്രൈസിലോട് എല്ലാവർക്കും നന്ദി. Praise the Lord. Anybody else? Sebastian? Why? ഞാനൊന്നും പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എല്ലാവരും പറയുന്നത് കേട്ട് സന്തോഷിച്ചിരിക്കായിരുന്നു. ഇവിടെ വർക്ക്ഷോപ്പൊക്കെ നടക്കുമ്പോഴേ ഞാനങ്ങനെ നടക്കുമ്പോൾ എല്ലാവർക്കും എന്തൊരു ആവേശമാണ് ഇതെല്ലാം പറയാനായിട്ട്, എന്ത് സ്തുതിക്കുക. അപ്പം ഞാൻ എനിക്കതൊന്നും പറ്റുന്നില്ല. ഞാനൊരു സാധാരണ പോലെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ ഏറ്റവും ശബ്ദം കുറച്ച് സ്തുതിക്കുന്ന ആളാണ്. എല്ലാവരും കാണുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും അതുപോലെയൊക്കെ പറയാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ എന്നെക്കൊണ്ട് ഇതുവരും പറ്റിയില്ലല്ലോ. പിന്നെ മനസ്സിൽ വേറെ പല ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും അതൊന്നും സാധിക്കാത്തത്. പിന്നെ വർഗീസ് പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വർഗീസ് പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു പറയും. അപ്പം ഞാൻ എനിക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ചൊക്കെ മതി. ഇത്രയധികം പ്രാർത്ഥിക്കാമെന്ന് ഈശ്വരനെല്ലാം അറിയാം, നമ്മളെല്ലാവരും ഈശ്വരൻ കാണുന്നുണ്ട് അറിയാം. ഇപ്പോൾ പതുക്കെ പ്രാർത്ഥിച്ചാലും മതി, ഇങ്ങനെ ഒരു ക്വാണ്ടം പ്രാർത്ഥനയൊന്നും വേണ്ടാന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രദർ വിളിച്ചിട്ട് ഞാനിങ്ങനെ വന്നത്. പിന്നെ എനിക്ക് പെട്ടെന്നൊരു കാര്യം എനിക്ക് തോന്നിയതേ, ഇവിടെ ഇങ്ങനെ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ ഇതായിരുന്നതൊക്കെ നമ്മൾ പറയണമല്ല. ഇന്ന് കാലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ സാധാരണ ഞാനും വൈഫും കൂടാണ് വരുന്നത്, വൈഫാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇന്ന് വൈഫിന് കാലത്ത് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൂടെ കാലത്ത് എത്തണമല്ലോ, ഞാൻ യൂബർ വിളിച്ച് പോരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആരെങ്കിലും ഇപ്പോൾ എനിക്കൊരു ഇട്ട് തരും. സാധാരണ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാൾ കളമശ്ശേരിയിൽ ഒരാൾ വരും, അവിടെ 9 മണിക്കാണ് വരുന്നത്. അപ്പം ഇന്ന് നേരത്തെ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ വന്ന് യൂബർ ബുക്ക് ചെയ്ത് ഇരിക്കുമ്പോഴേക്കും വേറെ കാറ് വന്നു. മനസ്സിലായാലും ആരാണ്, അയാൾ എന്നെ കണ്ടപ്പോൾ നിർത്തി. എൻ്റെ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് കളമശ്ശേരി വരും പോകണം, ഒരു ലിഫ്റ്റ് അല്ല ഒരു യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ ആ വഴിക്ക് പോകാം, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കാറ് വന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാറുകാരനോട് ഇന്ന് സോറിയൊക്കെ പറഞ്ഞു, ഒന്ന് ക്യാൻസൽ ചെയ്യും, കാശ് കുറച്ച് പോകും. അപ്പം ഇങ്ങനെ പറയുന്നു അയാളോടൊന്നും പറയാനുണ്ട്. അപ്പം ഞാൻ അയാളുടെ കൂടെ ഈ കാറിൽ കയറി
എന്നിട്ട് അയാളോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞ കാര്യം, ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം എല്ലാത്തിനും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ആ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, ഭാര്യ മരിച്ചു, ഒരു കുട്ടിയുള്ളത് വീൽ ചെയറിലാണ്, 7 ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം എനിക്ക് പുള്ളിനോട് ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയണമെന്ന് തോന്നി. അപ്പം അവിടെ നിന്ന് ഇവിടെ വരെ പുള്ളിനോട് ഈ ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ സാധിച്ചു. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ വെരി ഗുഡ്. ഇവിടെ ഇന്ന് രാത്രി തങ്ങണോ അല്ലെങ്കിൽ ലേറ്റായി പോകണവരോ ഭക്ഷണം ആവശ്യമുള്ളവരൊന്ന് കൈ വെക്കാമോ? ആരെങ്കിലും ഭക്ഷണം ആവശ്യമുള്ളവർ നോക്കിക്കോ വിൽസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ നമുക്കൊരിക്കൽ കൂടി ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടാൻ പോകുന്നവരെയും കൂടി ഒരിക്കൽ കൂടി പരിഗണിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് ഈ ധ്യാനം റെക്കോർഡഡ് വെർഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ ഉള്ളത്. ഇന്ന് അപ്ലോഡ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും ലിങ്ക് അയക്കാൻ പറ്റില്ല. നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ അയക്കുമ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തോളൂ. ഇപ്പോഴത്തെ പുതിയ അച്ഛൻ ഒരു വാക്ക് പറയണം, എന്നിട്ടൊരു ബ്ലെസ്സിങ്ങും കൂടി തരണം. പറയോ, നമ്മളിപ്പോൾ ഇന്ന് ഈ ധ്യാനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനം അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ് ഒരു ബ്ലെസ്സിങ് തന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇവിടെ ഇതിനു വേണ്ടി ഒരുക്കിയ എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി. അതോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ കാണാൻ പോകുന്നവർക്കൊക്കെ നന്ദി. അച്ഛനെ ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു, കണ്ടോ, പരിശുദ്ധാത്മാവ് നയിച്ചു. ഈ ഇൻസിനച്ചൻ്റെ അവിടെയാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 26, 27, 28 അച്ഛൻ്റെ ആശ്രമത്തിലാണ്, ജനറലേറ്റിലാണ്. ഏഞ്ചൽസ് ആർമിയുടെ ടീമിന് വേണ്ടിയാണ് അത്. വേറെ ആളുകൾക്ക് അവിടെ അഡ്മിഷൻ ഉണ്ടെന്ന് തോന്നണില്ല. പക്ഷേ ഇവിടെ ഉണ്ട് അഡ്മിഷൻ. എവിടെ എന്നത് അത് കഴിഞ്ഞു, അതിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞു. ആരെങ്കിലും വരാനേ കിട്ടും. എവിടെയാണ്? നിവേദിതയിൽ എത്രാം തീയതി മുതൽ? രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിവേദിതയിൽ 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുതൽ. അതെ, അതുകൂടാണ്ട് 14, 15, 16, 17 കാഞ്ഞിരപ്പള്ളിയിൽ സാബു അറുതോട്ടിലിൻ്റെ ടീമിനുള്ള ധ്യാനമാണ്. പക്ഷേ കുറച്ച് പേരെ ഈ പ്രാവശ്യം പുറത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അച്ഛൻ പറയും. അച്ഛൻ്റെ ധ്യാനാനുഭവം ആദ്യം പറയണം. അതുപോരാ, നല്ലൊരു ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു. എനിക്ക് യുകെയിൽ വന്നുകൊണ്ട് നല്ല നടുവേദന പിന്നെ ഈ ഹൈറ്റും കൂടെ നടുവേദന കൂടുതലായിരുന്നു. ഇന്ന് ഞാൻ 2 മണിക്കൂർ ഇവിടെ നിന്നു. ഞാൻ നോക്കി, ഏകദേശം 2 മണിക്കൂർ നിന്നില്ല ഇവിടെ. ബസ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നില്ല. എനിക്ക് ഒട്ടും വേദനയില്ല. ഇന്നലെ മിനിങ്ങാന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴും ഒരു ഹീലിംഗ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശരിക്കും എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇപ്പോഴും ഇന്നലേക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും ധ്യാനം വളരെ, ഞാനിതുവരെ കൂടുതൽ വ്യത്യസ്തമായിട്ട് ഫുള്ളി ഞാനതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ധ്യാനം കൂടി. പ്രത്യേകിച്ച് അൽമാരുടെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഫുൾ ടൈം. എനിക്ക് എല്ലാ ദിവസവും ബ്രദർ നമുക്ക് 3:30 എഴുന്നേക്കാൻ പറ്റി, 4:30 എല്ലാ ദിവസവും ദീപികാരണം വയ്ക്കാൻ പറ്റി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരുപാട് നല്ല ഒരു പരിപാലനയുടെ ധ്യാനം വരുന്നുണ്ട്. ഞാനിപ്പോഴും നോക്കുകയാണ്, ഞാൻ 20 വർഷമായി ധ്യാനം തുടങ്ങിയിട്ട്. ഞാൻ ധ്യാനം കഴിഞ്ഞതിന് മുമ്പ് വിട്ട് സ്ഥലം വിട്ടു പോകും. ഇത്രയും സമയം ഇരുന്ന് എല്ലാവരെയും കേട്ട് എല്ലാവർക്കും ചാൻസ് കൊടുത്ത് ആളുള്ളതിലൊന്നുമില്ല. അത്ര നല്ലൊരു എളിമയുടെ, ശരിക്കും നമ്മളൊക്കെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ബ്രദറിൻ്റെ ജീവിതം മുഴുവനും. അതുപോലെ തന്നെ നമ്മുടെ നല്ല അനുഗ്രഹിക്കുന്ന ഗായകൻ. ഞാൻ ചോദിച്ചെന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു, എന്നെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ നീ പഠിക്കുന്നത് ചോദിച്ചു. അച്ഛാ, ഞാൻ പഠിച്ചെനിക്ക് സ്റ്റേജിൽ കയറി ബൈബിൾ നോക്കിയാൽ തെറ്റിപ്പോകും. സ്റ്റേജിൽ കയറി ബൈബിൾ നോക്കിയാൽ തെറ്റിപ്പോകും. പക്ഷേ എന്ത് ചെയ്തു, നോക്കാതെ മുഴുവൻ ഇങ്ങനെ പാടാൻ പറ്റും. ഇത് ഭയങ്കര കൃപയാണ്.
തീർച്ചയായിട്ടും തോമസ് പോൾ ബ്രദറിൻ്റെ കൂടെ എല്ലാ കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ബ്രദേഴ്സ് കണ്ണനുണ്ടായിരുന്നു. കണ്ണൻ ഓക്കെ, ഇവർ രണ്ടുപേരും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിരുന്നു ബ്രദറെ. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നല്ല ധ്യാനങ്ങൾ നടത്തുവാനായിട്ട് ബ്രദറിന് സർവശക്തൻ്റെ ഒത്തിരി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ എന്നിട്ട് നല്ല കൃതജ്ഞതയായിരിക്കണം നീ നിന്റെ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ ധ്യാനം തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെല്ലാവരെയും പരിപാലിച്ചു. എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിജീവിതങ്ങളിൽ നൽകി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് വചനങ്ങൾ, വചനത്തിൻ്റെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, നല്ല ഷെയറിങ്ങിലൂടെ ഒരുപാട് കൃപകൾ വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമായി. കാരണം ഒരു 6-7 പേരുടെ ഗ്രൂപ്പിലായിരുന്നപ്പോൾ മറ്റെല്ലാം മറന്നത് ഷെയർ ചെയ്യുവാനും ഒക്കെ ഒരുപാട് കൂടി എല്ലാവർക്കും സാധിച്ചു. എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു. ഓരോ ഷെയറിങ്ങും സമയം പെട്ടെന്ന് കടന്നുപോയി. ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലെ സമയങ്ങൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പറയാം എത്രയോ പെട്ടെന്ന് കടന്നുപോയി. കാരണം അതെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ പരിപാലനയായിരുന്നു. കൃതജ്ഞതയായിരിക്കണം ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകത്താൽ ഇന്ന് ധ്യാനം കൂടി തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. കാക്കുന്ന കാവൽമാലാക്കന്മാരുടെ സംരക്ഷണം അവർക്കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ലഭിച്ച ഈ ദൈവിക ബോധ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലവും ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്ന ദൈവമേ, ഇനിയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് താങ്ക് യു. അങ്ങനെ നമ്മുടെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം, ഇനി മുതൽ ധ്യാനത്തിൻ്റെ ലിങ്കുകൾ നമുക്ക് അയക്കാൻ നിവൃത്തിയില്ല, ഫോണില്ല, ഇത് ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മെയിൻ ചാനലിൽ പോയിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇനി നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ കാഞ്ഞിരപ്പള്ളിയിൽ പൊൻകുന്നത്തുനിന്ന് സാബു അറുതൊട്ടിലിൻ്റെ ടീമിനുള്ള ധ്യാനം, അത് അവിടെ നെറ്റ് കിട്ടുകയാണെങ്കിൽ ലൈവ് ഉണ്ടാവും, പിന്നെ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ക്രിസ്മസ് കഴിഞ്ഞിട്ട് 26, 27, 29 ഇതുപോലെ 3 ദിവസത്തെ ഒരു വളർച്ചാ ധ്യാനം ഏഞ്ചൽസ് ആർമിയുടെ ലീഡേഴ്സിനായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ കേക്ക് 28-ാം തീയതി കഴിഞ്ഞ് അന്ന് രാത്രി 29-ാം തീയതി വെളുപ്പിന് വീണ്ടും യൂറോപ്പിൽ പോകും. അവിടെ നിന്ന് അയർലൻഡിലും ജർമ്മനിയിലുമൊക്കെ ആയിരിക്കും പ്രോഗ്രാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ അത് നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഇപ്പോഴേ തന്നെ ആശംസിക്കുന്നു. ആ ഉണ്ണീശോയുടെ കാര്യങ്ങളെല്ലാം കേട്ടത്, മനുഷ്യാവതാര രഹസ്യം ഈ ക്രിസ്മസിൽ നിങ്ങൾ ബാഹ്യമായ മോഡിയിൽ ആശ്രയിക്കാതെ ആ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ. പ്രൈസ് ദ ലോർഡ്.